ഹായ്, ഞാൻ അൻഫാസ് അഹമ്മദ്. എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ആവർത്തന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കാൻ തോന്നുകയാണെങ്കിൽ മാത്രം ഇതിന് മുമ്പെടുത്ത ക്ലാസ്സുകളും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഉപകരിക്കും. അപ്പോൾ അധികം ഒന്നും പറയാതെ നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഒരുപാട് ആവർത്തന ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യും. ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട് PSC-യിൽ. അതും നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് അതുമായി കണക്ട് ചെയ്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കുന്നോ അതിനൊക്കെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. തീർച്ചയായും ചോദ്യം വരാൻ നല്ല ചാൻസ് ഉള്ള ഭാഗങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോവുക. ഇതിനു മുമ്പും ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുള്ള ഭാഗങ്ങളും നമ്മൾ അതിന്റെ കൂടെ തന്നെ ഡിസ്കസ് ചെയ്തു പോകും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ വാല്യൂ കൊടുത്ത് തന്നെ പഠിക്കുക. അറിയാത്ത ഏതെങ്കിലും പോയിന്റ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ PDF നമ്മൾ ടെലിഗ്രാമിൽ ഷെയർ ചെയ്യും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മൾ അതിന്റെ ലിങ്ക്, ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ എന്തായാലും കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയക്കുക. നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വാട്സ്ആപ്പ് ബാച്ച് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് VFA, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS, ബെവ്കോ LDC ഈ 3 എക്സാമുകൾക്കാണ്. അപ്പോൾ ഇതിന് മൂന്നിൽ ഏതെങ്കിലും ഒന്നിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ മൂന്നിനും പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. കാരണം ദിവസവും ഒരു ക്ലാസ് മാത്രമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഭാഗങ്ങൾ മാത്രം നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് പോവാണ്. മെയിനായിട്ട് നമ്മുടെ ഈ ബാച്ച് ഫോക്കസ് ചെയ്യുന്നത് വീട്ടമ്മമാരെയും അതുപോലെ തന്നെ ജോലിക്കിടയിൽ പഠിക്കുന്ന ആളുകളുണ്ടല്ലോ, ഒരുപാട് ജോലികൾക്കൊക്കെ ഇടയിൽ ഹെഡ്സെറ്റ് വെച്ചൊക്കെ പഠിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഉള്ള ക്ലാസ്സൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് പെർഫെക്റ്റ് ആക്കി വെക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, കുറച്ച് സമയം കൊണ്ട് പഠിച്ച് എങ്ങനെയെങ്കിലും ഒരു ജോലി ക്രാക്ക് ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ഒന്ന് ചെക്ക് ചെയ്താൽ അതിലൊരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ ഹോട്ട് ടോപ്പിക്സ് വേണ്ടവർ LGS ഹോട്ട് ടോപ്പിക്സ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് വേണ്ടവരും അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടാം. നിങ്ങൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. ആ ഒരു ഉറപ്പ് ഞാൻ തരാം. കാരണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്കുകൾ, ഏകദേശം 90-ലധികം ടോപ്പിക്കുകൾ നമ്മൾ അവിടെ കവർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ, ആകെ 25 ക്ലാസ്സുകളാണുള്ളത്. ഈ 25 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ 90-ലധികം ടോപ്പിക്കുകളാണ് കവർ ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ ഹോട്ട് ടോപ്പിക്സ് ഏതൊരു എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഒന്ന് റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ ഡീറ്റെയിൽസിനായിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സിലബസിലെ ഓരോ ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 100 ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, ഇനി PDF വായിച്ച് പഠിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഓരോ ഭാഗത്തു നിന്നും ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, അങ്ങനെ ഓരോ ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിന്റെ ആവശ്യത്തിനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ബന്ധപ്പെടുക. എക്സാമിനോട് അടുക്കുക, ഒരിക്കലും വെയിറ്റ് ചെയ്യരുത്. ഇനി നിങ്ങൾ വാങ്ങുന്നില്ലെങ്കിൽ, അതായത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട, അതല്ല എക്സാമിനോട് അടുക്കട്ടെ എന്നിട്ട് പർച്ചേസ് ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യരുത്. റിക്വസ്റ്റ് ആണ്. കാരണം ഈ സമയത്ത് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിയാലേ നിങ്ങൾ നല്ല രീതിയിൽ ഒന്ന് ട്രാക്കിലാവുള്ളൂ. പ്രത്യേകിച്ച് ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ ഒന്ന് ആയി കഴിഞ്ഞാൽ പിന്നെ എക്സാമിന് മുമ്പ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് റിവിഷൻ ചെയ്ത് പോയാൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ ഹോട്ട് ടോപ്പിക്സ് ഒക്കെ പർച്ചേസ് ചെയ്യാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകരിക്കും. ഓക്കെ, അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഒരുപാട് തവണ കണ്ടിട്ടുണ്ടല്ലോ ഈ ചോദ്യം, അല്ലെ? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി, M വിശ്വേശ്വരയ്യ, ദാദാഭായ് നവറോജി, PC മഹലനോബിസ്. കേട്ടിട്ടുണ്ടോ ഈ ചോദ്യം? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാലും, ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാലും, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ ഒക്കെ ഉത്തരം ഒരേതല്ലേ? ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ദാദാഭായ് നവറോജിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജിയാണ് ഏത് പുസ്തകം? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്, ചോർച്ചാ സിദ്ധാന്തം,
ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് എന്ന് ചോദ്യം വന്നാലും ആരാണ്? ദാദാബായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാബായ് നവറോജി. പിന്നെ INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിക്കും. അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാബായ് നവറോജിയാണ്. INC എന്നാവുന്നതിന് മുമ്പ് അതിന്റെ പേരെന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. അത് മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയത്. ആരാണ് ആ പേര് നിർദ്ദേശിച്ചത് എന്ന് ചോദിച്ചാൽ ദാദാബായ് നവറോജിയാണ്. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തിയാണ് ദാദാബായ് നവറോജി. അതുപോലെ തന്നെ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നു അല്ലെ. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ദാദാബായ് നവറോജിയാണ്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരാണ്? കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് KP കേശവമേനോൻ. KP കേശവമേനോൻ. KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇനി തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നാണ് ചോദ്യം വരുന്നെങ്കിൽ, അതായത് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ ആര് എന്ന് ചോദ്യം വന്നാൽ അതാരാണ്? അത് ബാരിസ്റ്റർ GP പിള്ളയാണ്. GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? KP കേശവമേനോനാണ് അല്ലെ. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോൻ. കൂടെ തന്നെ പഠിച്ചു പോയിക്കോട്ടോ. ഇനി പിന്നെ ഇത് വായിച്ചു പഠിക്കാനൊന്നും പറഞ്ഞിരിക്കണ്ട, എന്റെ കൂടെ തന്നെ ഇപ്പൊ തന്നെ നമുക്ക് പഠിച്ചു പോവാം. കേരളത്തിന്റെ വന്ധ്യവയോധികൻ കേരളം കേശവൻ. കേരളം കേശവൻ. അവിടെ തന്നെ അല്ലേ കേരളം കേശവൻ അല്ലെ. കേരളം കേശവൻ. അപ്പൊ KP കേശവമേനോനാണ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികനാണ് ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ആര് എന്ന് ചോദിച്ചാലാണ് ദാദാബായ് നവറോജി. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരാറുണ്ട് 1857 വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? കൻവർ സിംഗ് ആണ്. കൻവർ സിംഗ് ആണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ അല്ലെങ്കിൽ 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് കൻവർ സിംഗ് ആണ്. അപ്പൊ അത് പഠിച്ചു വെച്ചു. 1857 വിപ്ലവത്തിലെ വന്ധ്യവയോധികൻ കൻവർ സിംഗ് ആണ്. കേരളത്തിന്റെ വന്ധ്യവയോധികൻ KP കേശവമേനോനാണ്. പിന്നെ തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ബാരിസ്റ്റർ GP പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. ഈ ബാരിസ്റ്റർ GP പിള്ള എന്തിന് നേതൃത്വം നൽകി? മലയാളി മെമ്മോറിയൽ അല്ലെ. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് 1891 മലയാളി മെമ്മോറിയൽ അല്ലെ. മലയാളി മെമ്മോറിയൽ എപ്പോഴാണ്? 1891. ഞാൻ പറഞ്ഞു, ഞാൻ കണക്ട് ചെയ്ത് എന്തൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് പോയിക്കോ. ഓക്കെ, അത്ര ഇമ്പോർട്ടന്റ് ആയത് നിങ്ങൾക്ക് ഞാൻ എടുത്തെടുത്ത് പറഞ്ഞു തരുള്ളൂ. അപ്പൊ 1891 മലയാളി മെമ്മോറിയൽ. ഈ മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം ചോദിക്കാറുണ്ട്. എന്താണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പിന്നെ വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക ചോദ്യം വന്നിട്ടില്ലേ? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 1812 കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം അല്ലെ. കുറിച്യരും കുറുമ്പരുമാണ് അതിലുണ്ടായിരുന്നത്. കുറിച്യരും കുറുമ്പരും. ഓക്കെ, അപ്പൊ കുറിച്യ കലാപത്തിൽ ഉണ്ടായിരുന്ന വിഭാഗം ഏതാന്നൊക്കെ ചോദ്യം വന്നാൽ കുറിച്യരും കുറുമ്പരുമാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വന്നാൽ അത് രാമൻ നമ്പിയാണ്. ഓക്കെ, രാമൻ നമ്പിയാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്. 1812 കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. പിന്നെ ചോദ്യം വരും അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരം. എപ്പോഴാണ് പുന്നപ്ര വയലാർ സമരം? എപ്പോഴാണ്? 1946 പുന്നപ്ര വയലാർ സമരം. അതിന്റെ മുദ്രാവാക്യം എന്താണ്? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ സമരം. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടതാണ്? പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതാണ്? തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ്. മലയാളി മെമ്മോറിയൽ 1891 ഈഴവ മെമ്മോറിയൽ 1896. ഓക്കെ, ഈ മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് നമ്മൾ പഠിച്ചു GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് GP പിള്ള.
ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ പൽപു. ഇത്ര കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, ഡോക്ടർ പൽപു ആണ് ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത്. അപ്പൊ നമ്മൾ എന്താണ് പഠിച്ചത്? തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നതാണ് ബാരിസ്റ്റർ GP പിള്ള. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? അതും ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. പിന്നെ INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരെന്ന് ചോദിച്ചാലും ആരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളിയാണ് ബാരിസ്റ്റർ GP പിള്ള. ഇനി INC-യിൽ അധ്യക്ഷനായ ഏക മലയാളി ആരാന്ന് ചോദിച്ചാൽ അത് ചേറ്റൂർ ശങ്കരൻ നായരാണ് കേട്ടോ. C ശങ്കരൻ നായരാണ് ഇത് INC-യിൽ അധ്യക്ഷനായ ഏക മലയാളി. ഇവിടെ ചോദിച്ചിട്ടുള്ളത് INC-യുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ആരാന്ന് ചോദിച്ചാൽ ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഏക മലയാളി ആരാന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ളയാണ്. തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും ബാരിസ്റ്റർ GP പിള്ളയാണ്. ഓക്കെ, അത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ, എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഞാൻ കുറച്ച് പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിച്ചു നോക്കാം. ഈ M വിശ്വേശ്വരയ്യൊക്കെ ചോദ്യം വരില്ലേ? നമ്മുടെ ഈ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ ദാദാഭായ് നവറോജി. അപ്പൊ ചോദ്യം വരും, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാൽ അതാണ് M വിശ്വേശ്വരയ്യ. M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. അപ്പൊ ചോദ്യം വരും, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി അതാണ് PC മഹലനോബിസ്. അപ്പൊ എന്തൊക്കെ പഠിച്ചു? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ്. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ദാദാഭായ് നവറോജിയാണ് അല്ലെ? ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ എക്കണോമിക്സിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. അപ്പൊ ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് ആരാ? സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ് M വിശ്വേശ്വരയ്യ. M വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ പിതാവ്. ഇനി ആസൂത്രണത്തിന്റെ ശില്പി, ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന്റെ ശില്പി അല്ലെങ്കിൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി ആരെന്ന് ചോദ്യം വന്നാൽ അത് PC മഹലനോബിസ് ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവ് ആരാന്ന് ചോദിച്ചാലും PC മഹലനോബിസ് ആണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ M വിശ്വേശ്വരയ്യയുടെ ഒരു പുസ്തകം നമുക്ക് പഠിക്കാണ്ടല്ലോ, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. ഇത് ആരുടെ പുസ്തകമാണെന്ന് ചോദ്യം വരും കേട്ടോ. ഇത് ചോദ്യം വന്നിട്ടുണ്ട്. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് M വിശ്വേശ്വരയ്യ. ഇത് മാറിപ്പോയത് ആലോചിച്ച് നോക്ക്. പ്ലാൻ ചെയ്യുക, ആസൂത്രണം, പ്ലാൻ ചെയ്യുക. അപ്പൊ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. അപ്പൊ ഈ സാധനം വെച്ചിട്ട് ഓർത്തു വെച്ചോ, ആസൂത്രണത്തിന്റെ പിതാവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ. കാരണം ഡൗട്ട് വരാറുണ്ട്, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആര് എന്ന് ചോദ്യം വന്നാൽ എല്ലാവരും പോയി കറപ്പിക്കും ദാദാഭായ് നവറോജി. അദ്ദേഹം എന്താണ്? പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാണ് ദാദാഭായ് നവറോജി. അതുപോലെ തന്നെ ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. അപ്പൊ ശ്രദ്ധിച്ച് പഠിക്കുക. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് M വിശ്വേശ്വരയ്യ. എന്താണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് M വിശ്വേശ്വരയ്യ. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ M വിശ്വേശ്വരയ്യാണ്. ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാലും M വിശ്വേശ്വരയ്യ. മൈസൂർ നഗരത്തിന്റെ ശില്പി ആരെന്ന് ചോദിച്ചാലും M വിശ്വേശ്വരയ്യാണ്. അപ്പൊ കണക്ട് ചെയ്ത് പഠിച്ചു വെച്ചോ. മൈസൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, ഇന്ത്യൻ എഞ്ചിനീയറിംഗിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ ഏതാണ്? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ഒക്കെ ആരാണ്? M വിശ്വേശ്വരയ്യാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചതാണ് ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജി. ഓക്കെ, INC-യിൽ ആദ്യം 3 തവണ അധ്യക്ഷനായത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ദാദാഭായ് നവറോജിയാണ്. INC-യിൽ 3 തവണ അധ്യക്ഷനായ വ്യക്തിയാണ് ദാദാഭായ് നവറോജി. അതും പഠിച്ചു വെക്കുക. INC-യിൽ അധ്യക്ഷനായ ആദ്യ പാഴ്സി മതക്കാരൻ ആരെന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, INC-ക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാലും ദാദാഭായ് നവറോജിയാണ്. അതും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ദാദാഭായ് നവറോജി ഈ പുസ്തകങ്ങളൊക്കെ ആയിട്ട് ക്ലിയർ അല്ലേ? ഇനി കുറച്ച് പുസ്തകങ്ങൾ നമുക്ക് നോക്കാം. ഇതാ ഞാൻ പറഞ്ഞു, പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചാൽ അത് M വിശ്വേശ്വരയ്യാണ്. M വിശ്വേശ്വരയ്യാണ്
പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കുക. പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ. അപ്പൊ പ്ലാൻ ചെയ്യുക, ആസൂത്രണം. ഇന്ത്യൻ ആസൂത്രണത്തെ പിതാവ് എം വിശ്വേശ്വരയ്യ വെച്ചിട്ട് കണക്ട് ചെയ്യുക. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യ. പഠിച്ചല്ലോ, എം വിശ്വേശ്വരയ്യാണ് പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത്. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ, അതാരാണ്? വി പി മേനോന്റെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടതല്ലേ വി പി മേനോൻ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? നാട്ടുരാജ്യ സംയോജനത്തിൽ സർദാർ വല്ലഭായിയെ സഹായിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വി പി മേനോനാണ്. സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ വി പി മേനോൻ. ഓക്കെ, അപ്പൊ അത്ര ക്ലിയർ അല്ലേ? ഇതെന്താണ്? ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരാണ്? വി പി മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ദ വെൽത്ത് ഓഫ് നാഷൻ ആരാണ്? ആഡം സ്മിത്തിന്റെ ആണ് അല്ലെ? എക്കണോമിക്സിന്റെ പിതാവ് അല്ലെ? സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആഡം സ്മിത്ത്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ദാദാഭായ് നവറോജി. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? ആഡം സ്മിത്ത് ആണ് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ആഡം സ്മിത്ത് ആണ്. ഓക്കെ, ആഡം സ്മിത്തിന്റെ ആണ് ദ വെൽത്ത് ഓഫ് നേഷൻ. പിന്നെ ലേസിസ് ഫെയർ സിദ്ധാന്തം ആരുടെയാണ്? ആഡം സ്മിത്തിന്റെ ആണ്. പഠിച്ചു വെച്ചോ. ലേസിസ് ഫെയർ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാലും ആഡം സ്മിത്തിന്റെ ആണ്. ചോർച്ചാ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാലാണ് ദാദാഭായ് നവറോജി. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. ഇനി സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ ആരുടെയാണ്? ആൽഫ്രഡ് മാർഷലിന്റെയാണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം. സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ എന്ന പുസ്തകം ആരുടെയാണ്? ആൽഫ്രഡ് മാർഷലിന്റെ ദ വെൽത്ത് ഓഫ് നേഷൻ ആരുടെയാണ്? വെൽത്ത് ഓഫ് നേഷൻ ആഡം സ്മിത്തിന്റെ ആണ്. ദ സോഷ്യൽ കോൺട്രാക്ട്. ഓക്കെ, ഇതുമായിട്ടൊക്കെ ബന്ധമില്ലാത്താണെങ്കിലും ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുള്ളതാണ് അല്ലെ? ഏത് ഭാഗത്ത് നിന്നാണ് ഇത് ചോദ്യം വന്നിട്ടുള്ളത്? ലോക വിപ്ലവങ്ങൾ എന്നുള്ള ഭാഗമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ചോദിക്കുന്ന ഒരു സാധനമാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? റൂസോ ആണ്. ഓക്കെ, SCERT പോയിന്റ് ആണ്. ദ സോഷ്യൽ കോൺട്രാക്ട് എന്ന പുസ്തകം രചിച്ചത് ആരാന്ന് ചോദിച്ചത് ആരാണ്? റൂസോ ആണ്. അതുപോലെ തന്നെ കേരള സിംഹം നമ്മൾ പഠിച്ചിരുന്നില്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്താണ്. കേരള സിംഹം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് ആരെന്ന് ചോദിച്ചാലും, കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരെന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കറാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. ദ സോഷ്യൽ കോൺട്രാക്ട് രചിച്ചത് റൂസോ ആണ്. ഇത് പഠിച്ചു വെച്ചത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ദ സോഷ്യൽ കോൺട്രാക്ട് ആരുടെയാണ്? റൂസോന്റെ ആണ്. പിന്നെ ഇതും നല്ല രീതിയിൽ റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഇതും റിപ്പീറ്റ് ചെയ്യും. ഇത് റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ടൊക്കെ വരും. ഓക്കെ, ഇത് ചിലപ്പോൾ നിങ്ങൾക്കൊരു മാർക്ക് നേടിത്തരാൻ ഇതിനെ കൊണ്ട് സാധിക്കുന്ന ഈ സാധനം. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെയാണ്? വി പി മേനോന്റെ പുസ്തകമാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പൊ ദ സോഷ്യൽ കോൺട്രാക്ട് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. ദ സോഷ്യൽ കോൺട്രാക്ട് ആര് രചിച്ചതാണ്? റൂസോ. പിന്നെ അതുപോലെ തന്നെ അമ്മ എന്ന നോവൽ രചിച്ചത് ആരെന്ന് ചോദിക്കും? അത് മാക്സിം ഗോർക്കിയാണ്. അമ്മ എന്ന നോവൽ രചിച്ചത് മാക്സിം ഗോർക്കി. ഓക്കെ, ഇനിയും ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാണ്ട്. ഞാൻ കുറച്ചെണ്ണം സെലക്ട് ചെയ്ത് നിങ്ങൾ എന്തായാലും പഠിപ്പിച്ചു വിടാൻ വേണ്ടി സെലക്ട് ചെയ്താണ്. അപ്പൊ ഏതൊക്കെ നമ്മൾ പഠിച്ചു? പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ആരുടെയാണ്? ദാദാഭായ് നവറോജി. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ ആരുടെയാണ്? എം വിശ്വേശ്വരയ്യ. പിന്നെ ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെയാണ്? വി പി മേനോൻ. ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെയാണ്? വി പി മേനോന്റെ ആണ്. പിന്നെ ഏതാ പഠിച്ചത്? വെൽത്ത് ഓഫ് നാഷൻ ആഡം സ്മിത്ത്. ലേസിസ് ഫെയർ സിദ്ധാന്തം ആഡം സ്മിത്ത്. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആഡം സ്മിത്ത്, പഠിച്ചു വെച്ചോ. പിന്നെ ആൽഫ്രഡ് മാർഷൽ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ, ആൽഫ്രഡ് മാർഷലിന്റെ ആണ് സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ. സോഷ്യൽ കോൺട്രാക്ട് റൂസോ. അമ്മ എന്ന നോവൽ രചിച്ചത് റൂസോ. പിന്നെ കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് ആരാണ്? കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചത് സർദാർ KM പണിക്കറാണ്. ഇത്രയും കാര്യങ്ങൾ, ഇത്രയും പുസ്തകങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഞാൻ കുറച്ചെണ്ണം സ്റ്റാർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഇത് റിപ്പീറ്റ് ചെയ്യും, ഉറപ്പിച്ചു വെച്ചോ. ഈ സാധനം റിപ്പീറ്റ് ചെയ്യും. ഇതും റിപ്പീറ്റ് ചെയ്യും. സോഷ്യൽ കോൺട്രാക്ട് റിപ്പീറ്റ് ചെയ്യും. പ്ലാൻഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പുസ്തകം റിപ്പീറ്റ് ചെയ്യും. ഇത് നിങ്ങൾക്കൊരു റാങ്ക് വാങ്ങിത്തരാൻ ചിലപ്പോൾ ഈ ചോദ്യത്തിനെ കൊണ്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഈ ചോദ്യം ഒന്ന് പഠിച്ചു വെച്ചോ. പലർക്കും അറിയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്നാൽ ഇടയിൽ കൂടെ അങ്ങനെ വരാറുള്ള ഒരു സാധനം കൂടെയാണ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ. ഓക്കെ, പിന്നെ പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ചോദ്യം വരും. ചോർച്ചാ സിദ്ധാന്തം ചോദ്യം വരും, പഠിച്ചിട്ട് പോയിക്കോ. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ചോദ്യം വരും, ദാദാഭായ് നവറോജിയാണ്. ചോർച്ചാ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ്. INCക്ക് ആ പേര് നിർദ്ദേശിച്ച വ്യക്തി ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാം. നമുക്ക് അടുത്തത് നോക്കാം. ഓക്കെ, ഇതും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ചോദ്യമാണ്. ശ്രീനാരായണ ഗുരു പ്രശസ്തമായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം എപ്പോഴാണ്? 1788, 1791. ഇതെന്താണ്? മലയാളി മെമ്മോറിയലിന്റെ വർഷമാണ്. 1924 വൈക്കം സത്യാഗ്രഹം. 1903 SNDP അല്ലെ? SNDP സ്ഥാപിതമായ വർഷമാണ് 1903. പിന്നെ 1924 വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം.
നമുക്ക് പഠിച്ചിട്ട് പോകാട്ടോ. വൈക്കം സത്യാഗ്രഹം പഠിക്കാം. 1891 എന്താണ് നമ്മൾ ഇപ്പൊ പഠിച്ചോളൂ. മലയാളി മെമ്മോറിയൽ ആരാണ് നേതൃത്വം നൽകിയത്? ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ ഈ 1888 എന്താവും? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്ന വർഷമാണ് 1888. ഓക്കെ, പഠിച്ചല്ലോ. 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത്. 1888 പഠിച്ചു വെച്ചോ. 1888 എന്ത് നടന്നു? അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നു. ഓക്കെ, അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് 1888. ചിലപ്പോൾ ഒരു ചോദ്യം വരും, അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് എപ്പോൾ എന്ന് ചോദിച്ചാൽ 1887 ആദ്യം ക്ഷേത്രം പണിയണ്ടേ, അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പ്രതിഷ്ഠ നടത്താൻ പറ്റുള്ളൂ. അപ്പൊ 1887 ശ്രദ്ധിച്ചോ, തൊട്ട് മുമ്പത്തെ വർഷം. ഓക്കെ, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ തൊട്ട് മുമ്പെങ്കിലും എന്തുണ്ടാക്കും? ആദ്യം ക്ഷേത്രമാണ് വരിക, പിന്നെ പ്രതിഷ്ഠ വരും. ആലോചിച്ചാൽ മതി. അപ്പൊ ആദ്യം ക്ഷേത്രം, പിന്നെയാണ് അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആലോചിക്കുക, 1888 അരുവിപ്പുറം പ്രതിഷ്ഠ, അരുവിപ്പുറം ക്ഷേത്രം പണി കഴിപ്പിച്ചത് 1887. പിന്നെ ചോദ്യം വരും, അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് എവിടെ നിന്നാണ്? അത് ചോദ്യം വന്നിട്ടുണ്ട്, ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. ഇനിയും ചോദ്യം പ്രതീക്ഷിച്ചിട്ട് പോയാൽ മതി. ഓക്കെ, എവിടെ നിന്നാണ്? നെയ്യാറിലെ ശങ്കരൻകുഴി. നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നുമാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത്. ഈ ശങ്കരൻ വെച്ചിട്ടൊരു കാര്യം പഠിച്ചു വെച്ചോ. ശങ്കരക്കുറുപ്പ്, ശങ്കരക്കുറുപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാന്ന് വെച്ചാലാണ് ശങ്കരക്കുറുപ്പ്. ശങ്കരൻകുഴി, നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ് അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹ കല്ല് കണ്ടെടുത്തത്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നാണുവാശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? പിന്നെ അതുപോലെ തന്നെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ, ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകൻ, ജനനവും മരണവും അവധി ദിവസമായില്ലേ, ജനന ദിവസവും മരണ ദിവസവും അവധിയായി പ്രഖ്യാപിച്ചിരിക്കുന്ന ഏക നവോത്ഥാന നായകൻ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. അപ്പൊ ഏതെങ്കിലും പോയിന്റ് ഇത് ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും അറിയാത്തതുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ ഒന്ന് മനസ്സിലെങ്കിലും കുറിച്ചിടുക. ഓക്കെ, എന്തൊക്കെയാണ്? കേരള നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു, നാണുവാശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, വിദേശ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി. ഏതാണ് വിദേശം? ശ്രീലങ്ക. ഈ ശ്രീ മാത്രം ഓർത്തു വെച്ചോ. ശ്രീനാരായണ ഗുരു, ശ്രീലങ്കൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ഓക്കെ, നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. ജീവിച്ചിരിക്കുമ്പോൾ പ്രതിമ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. ഓക്കെ, അപ്പൊ പഠിച്ചു വെക്കുക. അദ്ദേഹം സന്ദർശിച്ച വിദേശ രാജ്യം ചോദിക്കാറുണ്ട്, നമുക്കറിയാം ശ്രീലങ്കയാണ് കേട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരു, ശ്രീലങ്ക, അത് വെച്ച് പഠിച്ചാൽ മതി. അരുവിപ്പുറം പ്രതിഷ്ഠ നമ്മൾ പഠിച്ചു. പിന്നെ അരുവിപ്പുറം പ്രതിഷ്ഠ വേളയിൽ ഗുരു രചിച്ച കൃതി ചോദിക്കാറുണ്ട്. ഏതാണ്? ശിവശതകം. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. ഓക്കെ, അരുവിപ്പുറം പ്രതിഷ്ഠ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയാണ്. അപ്പൊ അത് വെച്ച് പഠിച്ചാൽ മതി. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ വേളയിൽ, അല്ലെങ്കിൽ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് കണ്ട ആലോചിച്ച് അവിടെ എന്താണ്? ശിവപ്രതിഷ്ഠയാണ്. ഓക്കെ, അപ്പൊ അരുവിപ്പുറം പ്രതിഷ്ഠ എന്ന് ചോദ്യം കണ്ട ശിവപ്രതിഷ്ഠയാണെന്ന് മനസ്സിൽ വരണം. ആ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. ഗുരുവിന്റെ മറ്റു കൃതികൾ ചോദ്യം വരാറുണ്ട്. ആത്മോപദേശ ശതകം അല്ലെ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് ഗുരു എന്ന ആശയം ഗുരു മുന്നോട്ട് വെച്ചത് ഏത് കൃതിയിലൂടെയാണ്? ആത്മോപദേശ ശതകം. അവനവൻ ആത്മസുഖം, ആത്മോപദേശ ശതകം. അവിടെ തന്നെ ഉത്തരം ഉണ്ടല്ലോ, അവനവൻ ആത്മസുഖത്തിനായി ആചരിക്കുന്നവ. പിന്നെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് അല്ലെ എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. എന്നത് മുന്നോട്ട് വെച്ചത് ജാതി മീമാംസ എന്ന കൃതിയിലൂടെ. ജാതി മീമാംസ, ഒരു ജാതി മീമാംസ അവിടെ കണക്ട് ചെയ്യുക. പിന്നെ ഗുരു ആരിൽ നിന്നുമാണ് ഈ വാക്കുകൾ കടം കൊണ്ടതെന്ന് ചോദ്യം വരും. തൈക്കാടയ്യയുടെ വാക്കുകളാണ് കേട്ടോ. ഇത് ആരുടെ വാക്കുകളാണ്? തൈക്കാടയ്യയുടെ വാക്കുകളാണ്. ഇന്ത ഉലകത്തിൽ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞതാരാണ്? തൈക്കാടയ്യാണ്. ഈ തൈക്കാടയ്യാണ് ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത്. പിന്നെ സൂപ്രണ്ടയ്യ എന്നറിയപ്പെടുന്നത് അല്ലെ, ജനങ്ങൾ സ്നേഹപൂർവ്വം സൂപ്രണ്ടയ്യ എന്ന് വിശേഷിപ്പിച്ചിരുന്നത് ആരെയാണെന്ന് ചോദിച്ചാൽ അത് തൈക്കാടയ്യാണ്. പാണ്ടി പറയൻ, പണലി പറയൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ തൈക്കാടയ്യാണ്.
ഗുരുക്കന്മാരുടെ ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാടയ്യാണ് കേട്ടോ. അപ്പൊ അത്ര കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം, ദൈവദശകം, ദർശനമാല, ആത്മോപദേശ ശതകം, ജാതി മീമാംസ. അതൊക്കെ ഗുരുവിന്റെ മറ്റ് കൃതികളാണ്. ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഈ അരുവിപ്പുറം ശിവപ്രതിഷ്ഠാ വേളയിലാണ് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത്. കാരണം ശിവപ്രതിഷ്ഠ ഈ താഴ്ന്ന ജാതിക്കാർക്ക് നടത്താൻ പറ്റില്ല. അപ്പോൾ മേൽജാതിക്കാർ വന്ന് ഇതിനെ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ എന്തിനാണ് ശിവപ്രതിഷ്ഠ നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഗുരുവിനെ ചോദ്യം ചെയ്യാണ്. ഗുരു ഇത് ഈ അരുവിപ്പുറം ക്ഷേത്രം ഉണ്ടാക്കാനുള്ള ഒരു കഥയൊക്കെ അറിയില്ല ഏകദേശം. ഗുരുവിന്റെ ഒരു സുഹൃത്തും കൂടെ ഒരിക്കൽ അമ്പലത്തിൽ തൊഴാൻ വേണ്ടി പോയപ്പോൾ ഇവര് ഐത്തം നിലനിൽക്കുന്നത് കൊണ്ട് ഇവർ പുറത്ത് നിന്ന് തൊഴാണ്. അപ്പോൾ സുഹൃത്തിനോട് ഗുരു ചോദിക്കണം, നമുക്ക് ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ദൈവത്തിന്റെ മുമ്പിൽ ഈ വേർതിരിവൊക്കെ ഉണ്ടോന്ന് ഗുരു അദ്ദേഹത്തിന്റെ സുഹൃത്തിനോട് ചോദിക്കണം. എന്നിട്ട് ഗുരു ഒരു ആശയം പറയാണ്, നമുക്ക് തന്നെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഗുരുവിന്റെ സുഹൃത്ത് പറയുന്നത് അങ്ങനെ ചെയ്താൽ അത് വളരെ ഉപകാരമാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണ് ഗുരുവിന് ഇങ്ങനെ ഒരു ആശയം വരുന്നത്, ഒരു ക്ഷേത്രം തുടങ്ങണം, ഒരു ശിവപ്രതിഷ്ഠ നടത്തണം. അങ്ങനെ ശിവപ്രതിഷ്ഠ നടക്കുമ്പോൾ ശിവനെ പ്രതിഷ്ഠിക്കുന്നത് കണ്ടിട്ട് മേൽജാതിക്കാർ ചോദ്യം ചെയ്യാണ്. അപ്പൊ ഗുരു പറഞ്ഞൊരു വാക്കുകൾ ാണ് ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ ഇനി മറക്കൂലല്ലോ, ഞാൻ ഈഴവ ശിവനെയാണ് പ്രതിഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാന്ന് ചോദിച്ചാൽ ശ്രീനാരായണ ഗുരുവാണ്. എന്നാൽ ഞാനിതാ പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? അത് അയ്യങ്കാളിയാണ് അല്ലെ. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893 വില്ലുവണ്ടി യാത്ര നടത്തിയത് ആരാന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. ശിവപ്രതിഷ്ഠ അറിയണം, ശിവപ്രതിഷ്ഠ വർഷം അറിയണം. 1888 ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അതായത് ശിവപ്രതിഷ്ഠാ വേളയിൽ ഗുരു രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം പ്രതിഷ്ഠക്കുള്ള വിഗ്രഹക്കല്ല് കണ്ടെടുത്തത് നെയ്യാറിലെ ശങ്കരൻകുഴിയിൽ നിന്നാണ്. അതൊക്കെ പഠിച്ചു വെച്ചോ. പിന്നെ ഗുരുവിന്റെ മറ്റ് കൃതികൾ ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ജാതി മീമാംസ, ഇതൊക്കെ ഗുരുവിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. പിന്നെ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി, ഏറ്റവും കൂടുതൽ പ്രതിമകൾ സ്ഥാപിക്കപ്പെട്ടുള്ള നവോത്ഥാന നായകൻ, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. കേരള നവോത്ഥാനത്തിന്റെ പിതാവ് അല്ലെ, നാണുവാശാൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. പിന്നെ മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ഇതാരുടെ വാക്കുകളാണ്? ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകളാണ്. ഓക്കെ, പിന്നെ കണ്ണാടി പ്രതിഷ്ഠയിലൂടെ ഗുരു മുന്നോട്ട് വെച്ച ഒരു ആശയമുണ്ട്, അഹം ബ്രഹ്മാസ്മി. കേട്ടുണ്ടോ? അഹം ബ്രഹ്മാസ്മി. എന്താണ്? യു ആർ യുവർ സെൽഫ് ഗോഡ് അല്ലെ. കണ്ണാടി പ്രതിഷ്ഠ ആലോചിച്ച് നോക്ക്. കണ്ണാടി പ്രതിഷ്ഠ നമുക്ക് നമ്മളെ തന്നെയാണ് കാണുന്നത്. കണ്ണാടി പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെയാണ് കാണുന്നത്. അപ്പൊ യു ആർ യുവർ സെൽഫ് ഗോഡ്, അഹം ബ്രഹ്മാസ്മി. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. ഇനി നമുക്ക് വിറ്റാമിൻസ് നോക്കാം. സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ചോദ്യം വന്നിട്ടുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? സിറോഫ്താൽമിയ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? പിന്നെയും ചോദ്യം വരാറുണ്ട്, റിക്കറ്റ്സ് അഥവാ കണ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ്? ഓരോന്നും നമുക്ക് പഠിച്ചാലോ, നോക്കാം. സിറോഫ്താൽമിയ, അതുപോലെ തന്നെ നിശാന്തത എന്നീ രോഗങ്ങൾ ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലമാണ്? വിറ്റാമിൻ എയുടെ അപര്യാപ്തത. വിറ്റാമിൻ എ. ഈ എ എന്താണ്? എ ഫോർ അന്ധൻ. ഓക്കെ, അന്ധൻ. എ ഫോർ അന്ധൻ എന്നാലോചിച്ചൂടെ? എ ഫോർ അന്ധൻ. കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏതെന്ന് ചോദ്യം വരാറുണ്ട്. ഏതാണ്? കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. അപ്പൊ ആ വിറ്റാമിൻ ഇല്ലെങ്കിൽ എന്താ? അന്ധനായി പോവും. അപ്പൊ ആലോചിക്കുക, എ ഫോർ വിറ്റാമിൻ എ എന്ന് കണ്ട എ ഫോർ അന്ധൻ എന്നാലോചിച്ച് വെച്ചൂടെ? എ ഫോർ അന്ധൻ എന്നാലോചിച്ച് വെക്കാം കേട്ടോ. എ ഫോർ അന്ധൻ. ഓക്കെ, അപ്പൊ കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എയുടെ രാസനാമം ചോദിക്കും. അത് റെറ്റിനോൾ. നമുക്കറിയാം കണ്ണിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ എ. കണ്ണിന് ആവശ്യമായതാണ് നമ്മൾ പഠിച്ചു. എ ഫോർ അന്ധൻ നമ്മൾ പഠിച്ചു അല്ലെ? എ ഫോർ അന്ധൻ. അപ്പൊ കണ്ണിന് ആവശ്യമായതാണെന്ന് നമുക്കറിയാം. കണ്ണിലെ ഒരു ഭാഗമല്ലേ റെറ്റിന. അപ്പൊ റെറ്റിനോൾ കണക്ട് ചെയ്യാലോ. വിറ്റാമിൻ എയുടെ രാസനാമം ചോദിച്ചാൽ താഴെ നമ്മൾ നോക്കണം, കണ്ണുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വാക്ക് അവിടെ കിടക്കുന്നുണ്ടോ നോക്കുക, ഉത്തരം കിട്ടും. എന്താണ്? റെറ്റിനോൾ. ഓക്കെ, റെറ്റിന കണ്ണിലെ ഒരു ഭാഗമാണ് അല്ലെ? അപ്പൊ റെറ്റിനോൾ നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പൊ അതും അവിടെ കിട്ടും. അപ്പൊ വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതൊക്കെയാണ്? സിറോഫ്താൽമിയ, നിശാന്തത എന്നീ രോഗങ്ങളാണ് വിറ്റാമിൻ എയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം. അത് പഠിച്ചു വെക്കുക. പ്രധാനപ്പെട്ട വിറ്റാമിൻ, ഒരുപാട് വിറ്റാമിൻ B1, B2, B3, B4 ഇല്ല, B5, B6, B7, 8 ഇല്ല. അങ്ങനെ ഒരുപാട് എണ്ണം നമുക്ക് പഠിക്കാണ്ട്. ഓക്കെ, 4ഉം 8ഉം ഇല്ല. അങ്ങനെ ബിയിൽ തന്നെ കുറച്ചെണ്ണം പഠിക്കാണ്ട്. പിന്നെ C, D അങ്ങനെ ഒരുപാട് എണ്ണം പഠിക്കാണ്ട്. ഞാൻ ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഒന്ന് ഡിസ്കസ് ചെയ്തു പോകാം. നമ്മൾ വിറ്റാമിന്റെ ക്ലാസ് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയാൻ നിൽക്കില്ല. ഇപ്പൊ ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ പറഞ്ഞുതരാം. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാന്ന് ചോദിക്കട്ടെ. രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ C.
ഓക്കെ, രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. ഈ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ് സ്കർവി. സ്കർവി കേട്ടിട്ടുണ്ടോ? സ്കർവി, നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഓക്കെ, അപ്പൊ വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗമാണ്, വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണ് സ്കർവി. സ്കർവി രോഗപ്രതിരോധത്തിന് ആവശ്യമായത്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മള് ഹോസ്പിറ്റലിലേക്കൊക്കെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഓറഞ്ചൊക്കെ കൊണ്ടുപോകില്ലേ? ഓറഞ്ചൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനാ? ഈ ഓറഞ്ചിൽ നിന്നും, ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാൽ അത് വിറ്റാമിൻ സി ആണ്. പഠിച്ചു വെക്കുമല്ലോ, വിറ്റാമിൻ സി ആണ് ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പഠിക്കാം? രോഗപ്രതിരോധം. ആലോചിക്കാൻ നമ്മൾ എന്ത് പഠിക്കാം? ഒരാൾ രോഗിയായി കിടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ നമ്മൾ പൊത്തിപ്പിടിച്ച് കൊണ്ടുപോകും, ഓറഞ്ചും ആപ്പിളും ഒക്കെ നമ്മൾ കൊണ്ടുപോകും. പക്ഷെ അത് എന്തിനു കൊണ്ടുപോകുന്നു നമുക്കറിയില്ല. എന്താണ്? അതിൽ നിന്നും അവർക്ക് രോഗപ്രതിരോധം ലഭിക്കാനാണ്. അപ്പൊ രോഗപ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി എന്തിൽ നിന്നൊക്കെ ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ നിന്നൊക്കെ ലഭിക്കുന്നു. അപ്പൊ അത്ര കാര്യങ്ങള് ക്ലിയർ ആണ്. വിറ്റാമിൻ സിനെ പറ്റിയിട്ട് അത് പഠിച്ചു വെക്കുക. സ്കർവി ചോദ്യം വരും. സ്കർവി ഏത് വിറ്റാമിന്റെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്നതാണെന്ന് ചോദ്യം വരും. ഇനി സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. അതുകൊണ്ട് തന്നെ ഈ വിറ്റാമിൻ ഒരു പേരുണ്ട്, സൺഷൈൻ വിറ്റാമിൻ. അതുപോലെ തന്നെ സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡി ആണ് സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് കിട്ടും സൺഷൈൻ വിറ്റാമിൻ. ഓക്കെ, സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ. ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് വരും, താഴെ കൊടുത്തിരിക്കുന്നതിൽ ഭക്ഷണത്തിൽ നിന്നും ലഭിക്കാത്ത വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി ആണ്. സൂര്യപ്രകാശം കഴിക്കാൻ പറ്റില്ല, അത് വെച്ചാൽ മതി. അപ്പൊ സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. ഓക്കെ, സൺഷൈൻ വിറ്റാമിൻ എന്നും സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നും അറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത് പഠിച്ചു വെക്കുക. ഇനി വിറ്റാമിൻ ഡി ആണ്. ഈ വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാവുന്ന രോഗം ഏതാന്ന് ചോദിക്കും. റിക്കറ്റ്സ്. കാണാം, റിക്കറ്റ്സ് അഥവാ എന്ത് പറയും? കണ എന്നും പറയും. കണ രോഗം, റിക്കറ്റ്സ് അഥവാ കണ. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, ഓസ്റ്റീഷ്യസ് മലേഷ്യ. ജസ്റ്റ് ഒന്ന് കേട്ട് വെച്ചാൽ മതി, ഇപ്പൊ പഠിക്കാൻ നിൽക്കണ്ട. ഓസ്റ്റീഷ്യസ് മലേഷ്യ ഏതിന്റെ അപര്യാപ്തത മൂലം? വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത മൂലമാണ് റിക്കറ്റ്സ് അഥവാ കണ. പിന്നെ ഏതാണ്? ഓസ്റ്റീഷ്യസ് മലേഷ്യ. ഈ വിറ്റാമിൻ ഡിയുടെ രാസനാമം ചോദിക്കും. വിറ്റാമിൻ ഡിയുടെ രാസനാമം. വിറ്റാമിൻ ഡിയുടെ രാസനാമം എന്താണ്? വിറ്റാമിൻ ഡിയുടെ രാസനാമം. വിറ്റാമിൻ സിന്റെ നമ്മൾ പഠിക്കാണ്ടല്ലേ? വിറ്റാമിൻ സിയുടെ എന്താണ്? അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ സി ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട്. സി ഇങ്ങനെ ഇട്ടാൽ നമുക്ക് എന്തുപോലെ തോന്നും? കാന്തം പോലെ തോന്നും അല്ലേ? ഇതെങ്ങനെ, സോറി, ഇത് കണ്ടോ? ഇതിങ്ങനെ കാന്തം പോലെ ആക്കുക. ഓക്കെ, കാന്തം, ഇത് കാന്താണെന്ന് വിചാരിക്കുക. ഓക്കെ, കാന്തം എന്ത് ചെയ്യും? കാന്തം വലിച്ചെടുക്കും. കാന്തം എന്ത് ചെയ്യും? വലിച്ചെടുക്കും എന്നാലോചിക്കുക. കാന്തം എന്ത് ചെയ്യും? വലിച്ചെടുക്കും. കാന്തം വലിച്ചെടുക്കുക പറഞ്ഞാൽ അബ്സോർബ് ചെയ്തെടുക്കും എന്നാലോചിക്കുക. അത് വെച്ചിട്ട് അസ്കോർബിക് ആസിഡ് എന്നത് കണക്ട് ചെയ്യുക. അപ്പൊ വിറ്റാമിൻ സിയുടെ രാസനാമം കിട്ടി, അസ്കോർബിക് ആസിഡ്. ഇനി മറക്കില്ലല്ലോ, അസ്കോർബിക് ആസിഡ് ആണ് വിറ്റാമിൻ സിയുടെ രാസനാമം. വിറ്റാമിൻ സിയുടെ രാസനാമം. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് വിറ്റാമിൻ ഡിയുടെ രാസനാമം, കാൽസിഫെറോൺ. ഓക്കെ, കാൽസിഫെറോൺ ആണ് വിറ്റാമിൻ ഡിയുടെ രാസനാമം. ഈ വിറ്റാമിൻ ഡി എന്തിനാവശ്യമായതാണ്? എല്ലിനും പല്ലിനും ഇല്ലേ? എല്ലിന്റെയും പല്ലിന്റെ ഒക്കെ ബലത്തിന് ആവശ്യമായ വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അപ്പൊ നമുക്ക് കണക്ട് ചെയ്യാലോ. ഈ എല്ലിന് ആവശ്യമായ സാധനം തന്നെയല്ലേ കാൽസ്യം? അപ്പൊ അത് വെച്ചിട്ട് കാൽസ്യം ആലോചിച്ചാൽ കാൽസിഫെറോൺ എന്നത് നമുക്ക് കിട്ടും. കാൽസിഫെറോൺ. ഇങ്ങനെ ഓരോ രാസനാമങ്ങളും ഞാൻ കോഡിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഈ വിറ്റാമിന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അത് കാണാത്തവരാണെങ്കിൽ കാണുക. ഫുള്ള് രാസനാമങ്ങളും ഫുള്ള് രോഗങ്ങളും ഒക്കെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണണം എന്നുള്ളവരാണെങ്കിൽ കാണുക. അല്ലെങ്കിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോവാം. അപ്പൊ അത് പഠിച്ചു പോവുക. ഓക്കെ, അപ്പൊ കാൽസിഫെറോൺ ഏത് വിറ്റാമിന്റെ രാസനാമമാണ്? വിറ്റാമിൻ ഡിയുടെ. സൂര്യപ്രകാശത്തിൽ നിന്നും ലഭിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി. അപ്പൊ ഡി കഴിഞ്ഞു. ABCD. ഇനി ഏതാണ്? ഇ. വിറ്റാമിൻ ഇ. ഇതിന്റെ രാസനാമം ചോദിച്ചാൽ ആലോചിച്ചോ. ഇത് കണ്ടോ? എഡോ എന്ന് ആലോചിച്ചാൽ മതി. എഡോ എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ടോക്കോഫെറോൺ. എഡോ എന്ന് ആലോചിക്കാൻ പറഞ്ഞത് ഇത് കിട്ടാനാണ് കേട്ടോ. ടോക്കോന്റെ തുടക്കം കിട്ടാനാണ്. എഡോ എന്ന് ആലോചിച്ചാൽ മതി. എന്ന് കണ്ട എഡോ എന്ന് ആലോചിച്ചു. അപ്പൊ വിറ്റാമിൻ ഇയുടെ രാസനാമം ടോക്കോഫെറോൺ. ഇത് വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത് വിറ്റാമിൻ ഇ ആണ്. ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇ ആണ്. വിറ്റാമിൻ ഇ ആണ്. ഓക്കെ, വിറ്റാമിൻ ഇ ആണ് ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കുക. പിന്നെ വിറ്റാമിൻ കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിക്കട്ടോ. അത് വിറ്റാമിൻ കെ ആണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ. പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാന്ന് ചോദിച്ചാലാണ് വിറ്റാമിൻ ഇ. പ്രത്യുൽപാദനത്തിന് സഹായിക്കുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഇ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന K ഫോർ കട്ട പിടിക്കൽ. കട്ട പിടിക്കുക. അതുകൊണ്ടോ
കട്ട പിടിക്കുക. കെ ഫോർ കട്ട പിടിക്കുക. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ രാസനാമം ചോദിച്ചാൽ എങ്ങനെ ആലോചിച്ച് വെച്ചാൽ മതി, KFC. ഓക്കെ, KFC എന്ന് ആലോചിച്ചാൽ കിട്ടും. കെ എന്താണ്? വിറ്റാമിൻ കെ ആണ്. FC എന്താണ്? ഫില്ലോക്യുനോൺ ആണ്. ഫില്ലോക്യുനോൺ. അപ്പൊ ഇങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തായാലും വിറ്റാമിൻസുമായി ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആര്? ഭരണഘടന ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദ്യം വരുന്നുണ്ട്, പക്ഷെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ഇവിടെ ഈ വാക്ക് മാറിയിട്ട് സ്ഥിര എന്ന് വന്നു കഴിഞ്ഞാൽ ആള് മാറും. ഓക്കെ, അപ്പൊ വാക്ക് ശ്രദ്ധിക്കണം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ. ഞാൻ സംഭവം പറഞ്ഞുതരാം. നമ്മൾ ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു. ഓക്കെ, ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 6. ഡേറ്റ് പഠിച്ചു വെച്ചോ. ഞാൻ ഈ കഥ പറയുന്നതിന്റെ ഒപ്പം ഡേറ്റും പഠിച്ചാൽ നിങ്ങൾക്ക് സംഭവങ്ങളൊക്കെ കിട്ടും. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായി. ഡിസംബർ 9 പെട്ടെന്നൊരു സമ്മേളനം പ്രഖ്യാപിക്കുകയാണ്. ആദ്യ സമ്മേളനം നടത്തുകയാണ് ഡിസംബർ 9. പക്ഷേ ഈ ആദ്യ സമ്മേളനത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു അധ്യക്ഷനെ നമ്മൾ തെരഞ്ഞെടുത്തിട്ടില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സമ്മേളനം കൂടുമ്പോൾ അവിടെ നിന്നാണ് അധ്യക്ഷനെ തെരഞ്ഞെടുക്കുക. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് പറയാണ്, സ്വാഭാവികമായിട്ടും നമ്മളൊരു ടീം ഉണ്ടാക്കുകയാണ്. നമ്മളൊരു ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്ത് അതിൽ പെട്ടെന്നൊരു അധ്യക്ഷൻ, പെട്ടെന്നൊരു മീറ്റിംഗ് വിളിച്ച് അതിൽ പെട്ടെന്നൊരു അധ്യക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടത്തിൽ ആരെ ആക്കും? അതിൽ ഏറ്റവും പ്രായം ചെന്ന വ്യക്തി, ഏറ്റവും മൂത്ത വ്യക്തി, ഏറ്റവും വയസ്സായ വ്യക്തിയായ അയാൾക്കാണ് അത്യാവശ്യം അനുഭവ സമ്പത്ത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രായം ചെന്ന ഒരു വ്യക്തിനെ ആദ്യം തന്നെ പിടിച്ച് അധ്യക്ഷനാക്കും. അതന്നെയാണ് ഇവിടെയും ചെയ്തത്. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരാണ്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഓക്കെ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ പ്രായം ചെന്ന വ്യക്തിനെ പിടിച്ചിട്ട് ആദ്യമായിട്ട് താൽക്കാലികമായി ഒരു അധ്യക്ഷനാക്കാണ്. കാരണം ആദ്യം മീറ്റിംഗ് വിളിച്ചു കൂട്ടി, പക്ഷെ അപ്പൊ അവർ ആലോചിച്ചില്ല നമുക്കൊരു അധ്യക്ഷൻ വേണമല്ലോ, നേരത്തെ നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിട്ടില്ല, അപ്പൊ പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇതൊക്കെ ശരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ, ഞാൻ എന്നാലും പറയാണ്. താൽക്കാലിക അധ്യക്ഷനായിട്ട് ആരെയാണ് തെരഞ്ഞെടുത്തത്? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് തെരഞ്ഞെടുത്തത്. അപ്പൊ ഇത് പഠിച്ചു വെക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആദ്യ താൽക്കാലിക അധ്യക്ഷനായിരുന്നു സച്ചിദാനന്ദ സിൻഹ. അപ്പൊ നമ്മളൊരു ഡേറ്റ് പഠിച്ചു, 1946 ഡിസംബർ 6. ഇതെന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായതാണ്. ഇനി 1946 ഡിസംബർ 9 ഇതാണ് ആദ്യ സമ്മേളനം നടന്നത്. അപ്പൊ ഇതും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത് എപ്പോ എന്ന് പറഞ്ഞാൽ പോയിട്ട് ഡിസംബർ 9 കറുപ്പിക്കരുത്. ഡിസംബർ 9 എന്താണ്? ആദ്യ സമ്മേളനം നടന്നത്. എന്നാൽ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഡിസംബർ 6 പോയിട്ട് കറുപ്പിക്കരുത്. അതെന്താണ്? ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായതാണ്. അപ്പൊ ആലോചിച്ചോ, ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചു, അതാണ് ആദ്യം നടക്കേണ്ടത്. ആദ്യം ഇതൊന്ന് രൂപീകരിക്കണം, എന്നിട്ടല്ലേ സമ്മേളനം. അപ്പൊ ആദ്യം ഡിസംബർ 6 രൂപീകരിച്ചു. പിന്നെ 3 ദിവസം കഴിഞ്ഞു ഡിസംബർ 9 ആദ്യ സമ്മേളനം നടക്കുന്നത്. അതാണ് ഡിസംബർ 9. ഓക്കെ, ഈ സമ്മേളനത്തിലാണ് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ താൽക്കാലിക അധ്യക്ഷനായത്. ആദ്യ സമ്മേളനത്തിലാണല്ലോ താൽക്കാലിക അധ്യക്ഷൻ ഉണ്ടാവുക. പിന്നീട് ഒരു സ്ഥിര അധ്യക്ഷൻ വേണ്ടി വന്നു. അത് ഡിസംബർ 11. ഓക്കെ, ഡിസംബർ 11 താൽക്കാലിക അധ്യക്ഷനായ സച്ചിദാനന്ദ സിൻഹ മാറി ഒരു സ്ഥിര അധ്യക്ഷൻ വന്നത്. ആരാണ് ആ സ്ഥിര അധ്യക്ഷൻ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. എവിടെ? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ആദ്യത്തെ ഓപ്ഷനിൽ തന്നെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെയാണ് കൊടുത്തത്, എന്നാലും പറയാം. ആദ്യത്തെ ഓപ്ഷനിൽ ഇങ്ങനെ തന്നെയാണ് കൊടുക്കുക. അതായത് PSCക്കും നിങ്ങളെ കൺഫ്യൂഷൻ ആക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ആദ്യ താൽക്കാലിക അധ്യക്ഷൻ ആര്? ആദ്യം തന്നെ പോയി വായിക്കും, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കറുപ്പിച്ചു. ഒന്നാമത്തെ എക്സാമിന്റെ ടെൻഷൻ ഉണ്ടാവും. ആ സമയത്ത് ടെൻഷൻ അടിച്ച് വേഗം കാര്യങ്ങളൊക്കെ കറുപ്പിച്ച് വേഗം അവസാനത്തേക്ക് എത്താനുള്ള പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഫുള്ള് വായിക്കാനും കൂടെ ടൈം കിട്ടൂല. പക്ഷെ ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾ ഏതൊരു എക്സാമിന് പോയാലും ഏതൊരു ചോദ്യം വായിക്കുകയാണെങ്കിലും അതിന്റെ ഫുൾ ഓപ്ഷൻസ് നിങ്ങൾ എന്തായാലും വായിച്ചിട്ടുണ്ടാവണം. കാരണം എല്ലാ ഓപ്ഷനും വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ഉത്തരം ഒന്ന് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഓപ്ഷൻ എ കണ്ട, ഇവിടെ ഞാൻ പറയട്ടെ, ഓപ്ഷൻ എ കണ്ടാൽ നിങ്ങൾക്ക് തോന്നൂല ഇദ്ദേഹമല്ലേ അധ്യക്ഷനായിരുന്നത്, ഇദ്ദേഹം എന്താണ് സ്ഥിര അധ്യക്ഷനാണ്. പക്ഷെ ഇവിടെ ചോദിച്ചിട്ടുള്ളത് താൽക്കാലിക അധ്യക്ഷനാണ്. ഓപ്ഷൻ എയിൽ കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങളുടെ ആലോചന വേഗം അങ്ങോട്ട് പോകും. അതെ, ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം അധ്യക്ഷനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്ഥിര അധ്യക്ഷനാണ്. പക്ഷെ അത് അവിടെ വായിച്ചാൽ കിട്ടില്ല. ഫസ്റ്റ് തന്നെ വായിച്ചു പോയി കറപ്പിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് അത് ഓർമ്മ വരില്ല. എല്ലാ ഓപ്ഷൻസും വായിച്ചാൽ ഇവിടെ ആരെ കാണും? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ കാണും. സാധാരണ ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ലാസ്റ്റ് ആണ് വരിക. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ഡിയിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. അതിനർത്ഥം ഓപ്ഷൻ ഡി തന്നെയാണ് എപ്പോഴും ശരിയെന്നല്ല. നിങ്ങളെ മാക്സിമം കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരാളെ കൺഫ്യൂഷന് വേണ്ടി കൊടുക്കും. ഓക്കെ, അപ്പൊ അത് ആലോചിക്കുക. ആദ്യത്തെ ഓപ്ഷൻ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യാം. ആദ്യ സ്ഥിര അധ്യക്ഷൻ. ഓക്കെ, സ്ഥിര അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ സ്ഥിര അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്.
എന്നാൽ താൽക്കാലിക അധ്യക്ഷൻ ചോദിച്ചാൽ അത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ്. ഇനി ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നും വരൂലല്ലോ. അപ്പൊ ആദ്യത്തെ സ്ഥിര അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ആദ്യ സ്ഥിര അധ്യക്ഷൻ. അപ്പൊ താൽക്കാലിക അധ്യക്ഷൻ മാറി സ്ഥിര അധ്യക്ഷനായ ദിവസം ചോദിച്ചാൽ ഡിസംബർ 11, 1946 ഡിസംബർ 11. ഇനി ഡിസംബർ 13 അതും നമുക്ക് പഠിക്കാണ്ട്. 1946 ഡിസംബർ 13 നമ്മൾ മുമ്പും പഠിച്ചിട്ടുണ്ട് അല്ലെ. ഡിസംബർ 13 എന്താണ്? നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. ലക്ഷ്യപ്രമേയം, നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച ഡേറ്റ് ചിലപ്പോൾ ചോദ്യം വരും. 1946 ഡിസംബർ 13 ഈ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറിയത്. അപ്പൊ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു. അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവാ. ആദ്യ സമ്മേളനം നടന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഡിസംബർ 9. നിർമ്മാണ സമിതി രൂപീകൃതമായത് എപ്പോഴാന്ന് ചോദിച്ചാലാണ് ഡിസംബർ 6. അപ്പൊ അതൊക്കെ ഒന്ന് പഠിച്ചിട്ട് പോവാ. നമുക്ക് അടുത്ത നോക്കാം. പിന്നെ ഒരു ഡൗട്ട് വരാനുള്ള സാധനം ഞാൻ പറഞ്ഞുതരാം. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വനിതകളുടെ എണ്ണം ചോദിക്കും. വനിതകൾ എത്രയാണ്? 17 വനിതകളാണ്. 17 വനിതകൾ. അതുപോലെ തന്നെ 17 മലയാളികൾ. 17 മലയാളികൾ ഉണ്ടായിരുന്നത്, 17 വനിതകളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചിട്ട് പോവാ. ഓക്കെ, ഞാൻ ശരിക്കും ഒരു കുറച്ച് കണക്കുകൾ പറഞ്ഞുതരാം, കൺഫ്യൂഷൻ വരാണ്ടിരുന്ന് പഠിക്കുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ആകെ അംഗങ്ങളുടെ എണ്ണമായിരുന്നു 389. എത്രയാണ്? 389 ആകെ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറഞ്ഞുതരാം. മൊത്തം കണക്കുകൾ എടുത്തിരുന്നില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയത് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആകെ അംഗങ്ങൾ 389. അത് വിഭജനത്തിന് ശേഷം 299 ആയി അല്ലെ. വിഭജനം നടന്നല്ലോ. വിഭജനം നടന്ന് കുറച്ച് ആളുകൾ നാട് മാറിപ്പോയി. അപ്പൊ കുറച്ച് ആൾക്കാർ ഇതിന്ന് പോകുമല്ലോ. അങ്ങനെ ആകെ അംഗങ്ങളുടെ എണ്ണം 299 ആയി. ഇനി വേറൊന്ന് പറഞ്ഞുതരാം. 17 വനിതകൾ ഉണ്ടായിരുന്നു. വനിതകൾ 17 ഉണ്ടായിരുന്നു. വനിതകൾ 17 ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നും ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടാവില്ലേ? ഇതിൽ നിന്നും 2 ആളുകൾ പോയി. അപ്പൊ വനിതകൾ വിഭജനത്തിന് ശേഷം എത്രയായി? 15 വനിതകളായി. 15 വനിതകളായി വിഭജനത്തിന് ശേഷം. ഓക്കെ, ഇനി 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. മലയാളികൾ എങ്ങനെയും പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. മലയാളികൾ അവിടെ തന്നെ ഉണ്ട്. അപ്പൊ ആലോചിച്ചോ, മലയാളികൾ 17 വിഭജനത്തിന് ശേഷവും മുമ്പൊക്കെ മലയാളികൾ 17. അപ്പൊ 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഈ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ, എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദ്യം വന്ന് താഴെ 17 കൊടുക്കുകയാണെങ്കിൽ അതാ ഉത്തരം. ഓക്കെ, വിഭജനത്തിന് ശേഷം എത്ര വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാലാണ് 15 ആവുക. ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എത്ര മലയാളികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 17 ആണ്. അവിടെയും കൺഫ്യൂഷൻ വരാനുള്ള ഒരു സാധനം ഉണ്ട്. എത്ര മലയാളി വനിതകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അത് 17 അല്ല, അത് 3 ആണ്. ഓക്കെ, 3 മലയാളി വനിതകൾ ഉണ്ടായിരുന്നു. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. ആനി ബസന്റ് അല്ല, ആനി മസ്ക്രീൻ. ആ പേരും ശ്രദ്ധിച്ച് പഠിച്ചോ. താഴെ തന്നിരിക്കുന്നതിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ മലയാളി വനിതകളിൽ പെടാത്തത് ആര്? ഓപ്ഷനിൽ ആരുണ്ടാവും? ആനി ബസന്റ് ഉണ്ടാവും. ആനി ബസന്റ് ഇല്ല, ആനി മസ്ക്രീൻ ആണുള്ളത്. ആരൊക്കെയാണ്? അമ്മു സ്വാമിനാഥൻ, ദാക്ഷായണി വേലായുധൻ, ആനി മസ്ക്രീൻ. അങ്ങനെ 3 ആളുകളാണ് ഉള്ളത്. അപ്പൊ അതും ക്ലിയർ ആയി. ഭരണഘടനാ നിർമ്മാണ സമിതി ഏകദേശം ക്ലിയർ അല്ലേ? അടുത്ത നോക്കാം. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ചോദ്യം വരും. കേരള ഗാന്ധി ചോദ്യം വന്നിട്ടുണ്ട്. ഒരുപാട് തവണ ചോദ്യം വന്നിട്ടുണ്ട്. കേരള ഗാന്ധി ചോദ്യം വരും. അതിർത്തി ഗാന്ധി ചോദ്യം വരും. മയ്യഴി ഗാന്ധി ചോദ്യം വരും. ബീഹാർ ഗാന്ധി ചോദ്യം വരും. ഇതൊക്കെ ആരാണ്? ഇതൊക്കെ ഒരാളല്ല, ഓരോരുത്തരും ഞാൻ പറഞ്ഞുതരാം. കേരള ഗാന്ധി, ഞാൻ ഒരു സാധനം കാണിച്ചു തരാം കേട്ടോ. കേരള അല്ലെ, കേരള ഗാന്ധി അല്ലേ? ടടേ, കേളപ്പൻ. ഇത് കണ്ടോ, കേരള ഗാന്ധിയിലെ രാ പോയി കഴിഞ്ഞാൽ എന്താവും? കേള. കിട്ടിയല്ലോ, ഉത്തരം കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഈ രാ ഉണ്ടോ അവിടെ? രാ വന്ന കേരള ഗാന്ധിനെ ചോദിച്ച, കേരള ഗാന്ധി എന്ന് ചോദിച്ചാൽ അതിൽ തന്നെ ഉത്തരം ഉണ്ടെന്ന് ആലോചിച്ച. കേരള ഗാന്ധി. ഓക്കെ, കേരള വന്ധ്യവയോധികൻ കേശവ മേനോൻ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞു അല്ലെ. KP കേശവ മേനോൻ, കേരള വന്ധ്യവയോധികൻ. കേരള ഗാന്ധി, കേരളയിലെ രാ എടുത്തു മാറ്റിയ കേള എന്ന് നമുക്ക് കാണും. ആരാണ്? കേളപ്പൻ. എവിടെ ആള്? കേളപ്പനാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കേളപ്പനാണ്. ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ഇന്ത്യയിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാം, അത് ഗാന്ധിജിയാണ്. അപ്പൊ കേരളത്തിൽ ആരാണ്? കേരള ഗാന്ധിയാണ്. ആലോചിക്കുക, കേരളത്തിൽ പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദ്യം വരാറുണ്ട്. ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും കേളപ്പനാണ്. പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും കേളപ്പനാണ്. ഓക്കെ, ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തിമാരാണ്? കേളപ്പനാണ്. ഇത്ര കാര്യങ്ങൾ പഠിച്ചു. അപ്പൊ കേരള ഗാന്ധി ആരാണ്? കേളപ്പൻ. ഇനി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇതാ ഇയാളാണ്.
ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്. എന്താണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത്? ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഇയാളുടെ പേരിൽ തന്നെ ഉണ്ട് ഒരു അതിർത്തി. ഇത് കണ്ടോ, ഇവിടെ ഒരു ഖാൻ ഉണ്ട്, ഖാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഇവിടെയും വേറെ ഖാൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതിന്റെ അതിർത്തി ആയിട്ട് നിൽക്കുന്നതാണ് ഈ അബ്ദുൽ ഗാഫർ. രണ്ട് സ്ഥലങ്ങളുടെ അതിർത്തിയാണ് അബ്ദുൽ ഗാഫർ. ഇത് കണ്ടോ, ഒരു അതിർത്തി അല്ലേ ഇത്? ഇതൊരു അതിർത്തി ആയിട്ട് കണക്കൂട്ടുക. ഇതൊരു അതിർത്തിയാണ്. രണ്ട് ഖാൻമാർ ഇവിടെ ഉണ്ട്, ഇവിടെ ഒരു ഖാൻ ഉണ്ട്, ഇവിടെ ഒരു ഖാൻ ഉണ്ട്. അതിന്റെ അതിർത്തിയാണ് അബ്ദുൽ ഗാഫർ. അപ്പൊ അതിർത്തി ഗാന്ധി ചോദിച്ചു കഴിഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോ. അപ്പൊ ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അതിർത്തി ഗാന്ധി. ഇനി മയ്യഴി ഗാന്ധി ചോദിക്കും. അത് ഐ കെ കുമാരൻ മാസ്റ്റർ. കുമാരൻ മാസ്റ്റർ. അതെന്താണ് മയ്യഴി ഗാന്ധി? മയ്യഴി ഗാന്ധിയാണ് IK കുമാരൻ മാസ്റ്റർ. കേരള ഗാന്ധി കെ കേളപ്പൻ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ഓക്കെ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. ഒരു ചോദ്യം വരും, മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദനാണ് കേട്ടോ. മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? M മുകുന്ദൻ. ഇനി ചോദ്യം വരാനുള്ള ഒന്ന്, മയ്യഴി ഗാന്ധി വരെ നമ്മൾ പഠിച്ചല്ലോ. ഇനി ഒന്നും കൂടെ ഉണ്ട്, ബീഹാർ ഗാന്ധി. ആരാണ്? നേരത്തെ നമ്മൾ പഠിച്ച INC അല്ല, ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സ്ഥിര അധ്യക്ഷനായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്തറിയപ്പെടുന്നത്? ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത്. അപ്പൊ അത്രയും പഠിച്ചു വെക്കുക. കേരള ഗാന്ധി കെ കേളപ്പൻ, മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ, അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, പിന്നെ ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, ഗുരുവായൂർ സത്യാഗ്രഹം ഇത് കണ്ടോ, ഉഗുനി വെച്ചിട്ട് നമുക്ക് കുറച്ച് വർഷങ്ങൾ പഠിക്കാണ്ട്. ഞാൻ പറഞ്ഞു ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? 1930 ഉപ്പു സത്യാഗ്രഹം. ഇങ്ങനെ ആലോചിച്ചാൽ മതി, 30ന്റെ മൂർത്തല മാടുത്ത് മാറ്റിയ 30 എന്നല്ലേ വായിക്കുക. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്തിട്ട് പോവാ. 30. ഇനി ഗു എന്താണ്? ഗുരുവായൂർ സത്യാഗ്രഹം 1931 ഉഗുനി. നീ എന്താണ്? നിവർത്തന പ്രക്ഷോഭം 1932 ഈ 3 വർഷങ്ങൾ കിട്ടിയല്ലോ. അപ്പൊ ഇതിന് രണ്ടിനും നേതൃത്വം നൽകിയത് ഒരാളാണ്. ഇതിന് രണ്ടിനും നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പനാണ്. ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാലും കെ കേളപ്പനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരെന്ന് ചോദിച്ചാൽ അത് AKG ആണ് കേട്ടോ. AK ഗോപാലൻ. AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭനാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ്. സെക്രട്ടറി ആരാ? ഇതേയാൾ തന്നെ, കെ കേളപ്പൻ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഓക്കെ, എന്തൊക്കെ പഠിച്ചു? ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ കെ കേളപ്പനാണ്. സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാന്ന് ചോദിച്ചാൽ മന്നത്ത് പത്മനാഭൻ. സെക്രട്ടറി കെ കേളപ്പൻ തന്നെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് AK ഗോപാലൻ. അല്ലേ? എന്താണ് അദ്ദേഹം അറിയപ്പെടുന്നത്? AK ഗോപാലൻ. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് ആരും നോക്കും? AK ഗോപാലനാണ് പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്നത് AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ചത് ആരാന്ന് ചോദിച്ചാലും AK ഗോപാലൻ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും AK ഗോപാലൻ. പഠിച്ചു വെക്കുക. പാവങ്ങളുടെ പടത്തലവനാണ് AK ഗോപാലൻ. അധസ്ഥിതരുടെ പടത്തലവനാണ് അയ്യങ്കാളി. അധസ്ഥിതരുടെ പടത്തലവൻ, ആളിക്കത്തിയ തീപ്പൊരി എന്നൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളി. അപ്പൊ മന്നത്ത് പത്മനാഭൻ. പിന്നെ മന്നത്ത് പത്മനാഭൻ എന്താണ്? സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആണ്. സെക്രട്ടറി കെ കേളപ്പനാണ്. ഈ മന്നത്ത് പത്മനാഭന്റെ ഒരു ചോദ്യം എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് വരും. ഇപ്രാവശ്യം നല്ല പ്രതീക്ഷിച്ചു പോയിക്കും, ഒരു 90-95% പ്രതീക്ഷിച്ചു പോയിക്കും. അത്ര ഉറപ്പിൽ ഞാൻ പറയാം. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച്, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം എപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിക്കും? അത് മന്നത്ത് പത്മനാഭനാണ്. പഠിച്ചു വെച്ചോ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് TK മാധവനാണ്. TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. എന്നാൽ അതിനെക്കാട്ടും TK മാധവനാണ് ശരിക്കും അതിന് നേതൃത്വം നൽകിയത്. പക്ഷെ അതിലും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിക്കേണ്ടത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിക്കും. ചിലപ്പോൾ വൈക്കം സത്യാഗ്രഹം ഒന്നും അവിടെ കൊടുത്തിട്ടുണ്ടാവില്ല. സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത് ആരെന്ന് മാത്രം കൊടുത്തിട്ടുണ്ടാവും. ആരാണ്? മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥക്ക് നേതൃത്വം നൽകിയത്. ഓക്കെ, ഭാരത കേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ്. കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചാലും ആരാണ്? സർദാർ KM പണിക്കരാണ്. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അല്ലെ?
എന്താണ് കേരള മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് ആരാണ്? സർദാർ KM പണിക്കരാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. NSSന്റെ സ്ഥാപകൻ നായർ സർവീസ് സൊസൈറ്റി, NSS സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ. NSS നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചതാരാണ്? മന്നത്ത് പത്മനാഭൻ 1914. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഏകദേശം പഠിച്ചല്ലോ. അപ്പൊ ഇത്രയും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഗാന്ധിമാരൊക്കെ കിട്ടിയില്ലേ? കേരള ഗാന്ധി, അതിർത്തി ഗാന്ധി, പിന്നെ മയ്യഴി ഗാന്ധി, ബീഹാർ ഗാന്ധി ഒക്കെ പഠിച്ചില്ലേ? കേരള ഗാന്ധി, കേരള എടുത്ത് മാറ്റിയ കേളപ്പൻ, അതിർത്തി ഗാന്ധി. ഇവിടെ ഒരു അതിർത്തി കാണാല്ലേ? ഇവിടെ ഒരു അതിർത്തി ഉണ്ട്, അബ്ദുൽ ഗാഫർ എന്നുള്ള ഒരു അതിർത്തിയാണ്. അപ്പൊ അതിർത്തി ഗാന്ധി ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. മയ്യഴി ഗാന്ധി IK കുമാരൻ മാസ്റ്റർ. മയ്യഴിയുടെ കഥാകാരൻ M മുകുന്ദൻ. പഠിച്ചു വെക്കാം. പിന്നെ ഏതാണ്? ബീഹാർ ഗാന്ധി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അപ്പൊ അതും കഴിഞ്ഞു. അടുത്തത് നോക്കാം. അടുത്തത്, ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന പെൻസിൽ വളഞ്ഞതായി തോന്നുന്നത് ഏത് പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ ചോദിക്കാറുണ്ട്. ഇത് ഏത് പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണമാണ്? നമുക്ക് ഓരോന്നും പഠിച്ചു പോകാം കേട്ടോ. ഇതിൽ ഈ ജലത്തിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന പെൻസിൽ വളഞ്ഞതായി തോന്നുന്നത് ഏത് പ്രകാശ പ്രതിഭാസത്തിന് ഉദാഹരണമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമുക്കറിയാതെ അപവർത്തനമാണ് അല്ലെ? കുറേ തവണ വന്നിട്ടുള്ള ചോദ്യമാണ്. അപവർത്തനമാണ്. അപവർത്തനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണം അല്ലെ? നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നതിന് കാരണം എന്താണ്? അതും അപവർത്തനമാണ്. അപ്പൊ പഠിച്ചു വെക്കുക. അപ്പൊ നമുക്ക് ഇതിന്റെ പഠിക്കാനുള്ള പോയിന്റ്സ് നോക്കാം. ഇവിടെ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് ഏതാണ്? അപവർത്തനം. നമുക്ക് നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതായിട്ട് ഇങ്ങനെ ദൂരം നോക്കുമ്പോൾ തോന്നൂല. അതെന്താണ്? അപവർത്തനമാണ്. അപവർത്തനം. പെൻസിൽ ഇങ്ങനെ മുക്കി വെച്ചാൽ പെൻസിൽ ഈ സൈഡിൽ മുക്കി വെച്ചത് ഇതിന്റെ ഒരു അറ്റം ആ സൈഡിൽ കിടക്കുന്നുണ്ടാവും. അതെന്താണ്? അപവർത്തനം കാരണമാണ്. അപവർത്തനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. പഠിച്ചിട്ട് പോയിക്കോ. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനം. പൂർണ്ണാന്തരിക പ്രതിഫലനമാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം. പിന്നെ എൻഡോസ്കോപ്പി സ്കാനിങ്ങിൽ യൂസ് ചെയ്യുന്ന അതും ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. എൻഡോസ്കോപ്പി സ്കാനിങ്ങിലും ഏതാണ്? പൂർണ്ണാന്തരിക പ്രതിഫലനം. പിന്നെ സൂര്യന് ചുറ്റുമുള്ള വലയം, സൂര്യന് ചുറ്റും ഒരു വലയുള്ളതായിട്ട് നമുക്ക് തോന്നൂലേ? അതെന്താണ്? അത് വിഭങ്കനമാണ് കേട്ടോ. വിഭങ്കനം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് അപവർത്തനമാണ്. സൂര്യന് ചുറ്റും ഒരു വലയം ഉള്ളതായിട്ട് തോന്നുന്നത് വിഭങ്കനമാണ്. CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറം, CD-യിൽ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഒരു മഴവിലിന്റെ നിറം ഇങ്ങനെ പോകും. അതേതാണ്? അതും വിഭങ്കനമാണ്. അതും വിഭങ്കനമാണ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലുള്ള എണ്ണപ്പാളിയിലും കാണുന്ന വർണ്ണങ്ങൾക്ക് കാരണം അതാണ് ഇന്റർഫറൻസ് ആണ് കേട്ടോ. ഇന്റർഫറൻസ് അല്ലെ? നമുക്ക് സോപ്പിന്റെ അങ്ങനെ പൊള്ളുണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ അറ്റത്ത് കാണും നമുക്ക് ഇല്ലേ? അത് നമുക്ക് കാണും. പിന്നെ വെള്ളത്തിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാലും അതിൽ ഇങ്ങനെ ഒരു മഴവിലിന്റെ നിറം പോലെ കാണും. അതും ഏതാണ്? ഇനി മഴവിൽ പറഞ്ഞാൽ ഒരുപാട് നിറങ്ങൾ ഇങ്ങനെ കാണും. അതേതാണ്? ഇന്റർഫറൻസ് ആണ്. പിന്നെ CD-യിൽ കാണപ്പെടുന്ന മഴവിൽ നിറം വിഭങ്കനമാണ്. ശ്രദ്ധിച്ചു പഠിക്കാം. ആകാശ നീലിമയ്ക്കും ആഴക്കടലിന്റെ നീലിമയ്ക്കും കാരണം അതേതാണ്? വിസരണമാണ്. വിസരണം. ഈ ഭാഗത്ത് നമുക്ക് ഒരാളെ പഠിക്കണ്ടല്ലോ, CV രാമൻ അല്ലെ? CV രാമൻ, രാമൻ എഫക്റ്റ്. കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയതാരാണ്? CV രാമനാണ്. ഓക്കെ, CV രാമനാണ് കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത്. അപ്പൊ അതും പഠിക്കാം. ഇനി മഴവില്ലിന് കാരണം ഏതാണ്? മഴവില്ലിന് കാരണം പ്രകീർണനമാണ്. മഴവില്ലിന് കാരണം പ്രകീർണനം. മഴവില്ലിന് കാരണം പ്രകീർണനം. പഠിച്ചു വെച്ചോ. മഴവില്ലിന് കാരണം ഏതാണ്? പ്രകീർണനമാണ്. അപ്പൊ മഴവില്ലിന് കാരണം പ്രകീർണനം. എത്രയും ക്ലിയർ അല്ലേ? ഇനി ഒന്നുകൂടെ നോക്കാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നത് ഏതാണ്? അപവർത്തനം. പിന്നെ വെള്ളത്തിൽ മുക്കിയിട്ട പെൻസിൽ ഇങ്ങനെ തിന്നിക്കിടക്കുന്നത് കാരണം അതെന്താണ്? അതും അപവർത്തനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തരിക പ്രതിഫലനം. എൻഡോസ്കോപ്പി സ്കാനിങ്ങിൽ പൂർണ്ണാന്തരിക പ്രതിഫലനം. സൂര്യന് ചുറ്റും വലയം തോന്നുന്നത് ഏതാണ്? വിഭങ്കനം. സൂര്യന് ചുറ്റുമുള്ള വലയങ്ങൾ വിഭങ്കനം. സൂര്യന് ചുറ്റും വലയങ്ങൾ വിഭങ്കനം. CD-യിൽ കാണപ്പെടുന്ന മഴവില്ലിന്റെ നിറം അതെന്താണ്? CD-യിൽ കാണപ്പെടുന്ന മഴവില്ലിന്റെ നിറം ഏതാണ്? വിഭങ്കനം. വിഭങ്കനം. പിന്നെ ഇതേതാണ്? ഇന്റർഫറൻസ്. സോപ്പ് കുമിളയിലും വെള്ളത്തിലെ എണ്ണപ്പാളിയിലും കാണപ്പെടുന്ന വർണ്ണങ്ങൾ അതിന് കാരണം എന്താണ്? ഇന്റർഫറൻസ്. ഇന്റർഫറൻസ്. പിന്നെ ആകാശ നീലിമയ്ക്കും ആഴക്കടലിന്റെ നീലിമയ്ക്കും കാരണം ഏതാണ്? വിസരണം. കടലിന്റെ നീല നിറം കണ്ടെത്തിയത് ആരാണ്? കടലിന്റെ നീല നിറത്തിന് കാരണം കണ്ടെത്തിയത് വിശദീകരണം നൽകിയത് ആരാണ്? CV രാമൻ. CV രാമൻ. ആകാശത്തിന്റെ നീല നിറം, ആകാശത്തിന്റെ നീലാണ് റെയിലി പ്രഭു ആണ്. അപ്പോ അതും അറിഞ്ഞു വെക്കാം. മഴവില്ലിന് കാരണം പ്രകീർണനം. ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇതിനൊക്കെ കാരണം ചിലപ്പോൾ ചോദിക്കും. മഴവില്ലിന് കാരണമായ പ്രകാശ പ്രതിഭാസം ചോദിച്ചാൽ PSCയുടെ ഉത്തരം ഏതായിരിക്കും? പ്രകീർണനമായിരിക്കും. പ്രകീർണനം. അപ്പൊ അതൊന്ന് ഓർത്തു വെക്കുക. അടുത്ത നോക്കാം. വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യയുടെ പതാക ഉയർത്തിയത്, ഇത് ചോദ്യം വരാറാണ് കേട്ടോ. ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. വിദേശ രാജ്യത്ത് ആദ്യമായി ഇന്ത്യയുടെ പതാക ഉയർത്തിയത് ആരെന്ന് ചോദ്യം വന്ന മാഡം ഭിക്കാജി കാമ. ഇതാ ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിക്കും. ഇന്ത്യയുടെ മകൾ. ഇന്ത്യയുടെ മകൾ. അപ്പൊ എല്ലാവർക്കും ഡൗട്ട് പോകും അത് ഇന്ദിരാഗാന്ധി ആണെന്ന്. ഇന്ദിരാഗാന്ധി അല്ല. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ മാഡം ഭിക്കാജി കാമ. ഇനിയിപ്പോ നിങ്ങളോട് ചോദിക്കണം,
നിങ്ങളോട് നെഹ്റുവിന്റെ മകൾ ആരെന്ന് ചോദ്യം വന്നാൽ അവിടെ നിങ്ങൾ കർപ്പിച്ചോ ഇന്ദിരാഗാന്ധിയാണ്. പക്ഷെ ഇവിടെ എന്താണ് മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ മകളാണ്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും മാഡം ഭിക്കാജി കാമ. അപ്പൊ ഇന്ത്യയുടെ മകൾ എന്നും ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നും ഒക്കെ അറിയപ്പെടുന്നത് ആരാണ്? മാഡം ഭിക്കാജി കാമയാണ്. മാഡം ഭിക്കാജി കാമ. പിന്നെ ഇവിടെ ചോദ്യം വരും ഇന്ത്യയുടെ വാനമ്പാടി. ഇന്ത്യയുടെ വാനമ്പാടി. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് ആരാണ്? ഇവിടെ ഉണ്ടോ? ഇവിടെ അല്ല. സരോജിനി നായിഡു ആണ്. സരോജിനി നായിഡു. സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ മകൾ എന്നറിയപ്പെടുന്നത് മാഡം ഭിക്കാജി കാമ. ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നതും മാഡം ഭിക്കാജി കാമ. ഓക്കെ, ഇനി ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാലാണ് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത് ആരാണ്? അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ഉരുക്കു വനിത. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധിയാണ്. അപ്പൊ ഇത്രയും ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അപ്പൊ ആദ്യമായി പതാക ഉയർത്തിയത് ആരാണ്? മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ. മാഡം ഭിക്കാജി കാമ ഇന്ത്യയുടെ മകൾ എന്നും അറിയപ്പെടുന്നു. പിന്നെന്താണ്? ഇന്ത്യയിൽ വിപ്ലവങ്ങളുടെ മാതാവ് എന്നും അറിയപ്പെടുന്നു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ആരാണ്? സരോജിനി നായിഡു. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്നത് സരോജിനി നായിഡു. ഈ സരോജിനി നായിഡു സ്നേഹപൂർവ്വം ഗാന്ധിജിയെ വിശേഷിപ്പിച്ചിരുന്നത് എന്താണെന്ന് ചോദ്യം വരാറുണ്ട്. എന്താണ്? മിക്കി മൗസ് എന്നാണ്. ഗാന്ധിജിയെ സരോജിനി നായിഡു ഗാന്ധിജിയെ സ്നേഹപൂർവ്വം വിളിച്ചിരുന്നത് എന്താണ്? മിക്കി മൗസ് എന്നാണ്. മിക്കി മൗസ്. അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത് നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആര്? എപ്പോഴും ചോദ്യം വരാറുള്ള ഈ സാധനം അല്ലെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ആ കമ്മീഷന് വേറൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? ഫസൽ അലി കമ്മീഷൻ എന്നും അതിനെ വിളിക്കും. ഫസൽ അലി കമ്മീഷൻ. അപ്പൊ ജസ്റ്റിസ് ഫസൽ അലിയാണ് അല്ലെ. ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. ഫസൽ അലി. 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എപ്പോഴാണ്? 1953 വന്നത്. എപ്പോഴാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്ന് ചോദിച്ചാൽ 1955. 1955 നിയമം പാസ്സാക്കിയത്. അതായത് നിയമമായിട്ട് നിലവിൽ വന്ന് സംസ്ഥാനം രൂപീകരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്? 1956. 1956. ഇത്രയും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ 1953 ഇന്ത്യ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ നിയോഗിച്ചത്. 1953. ഈ 1953 ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. 1953 എന്താണ്? ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. പോറ്റി ശ്രീരാമലു അല്ലെ. ആന്ധ്രയിലെ അമരജീവി എന്നറിയപ്പെടുന്ന പോറ്റി ശ്രീരാമലു നിരാഹാരം കടന്ന് അന്തരിക്കുകയാണ്. എന്തിനാണ് നിരാഹാരം കടന്നത് അല്ലെ? ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം നിരാഹാരം കടന്നത്. അങ്ങനെ അദ്ദേഹം 58 ദിവസം, ഈ ദിവസം പഠിച്ചു വെച്ചു, 58 ദിവസം നിരാഹാരം കടന്ന് അദ്ദേഹം അന്തരിക്കുകയാണ്. അങ്ങനെ 1953 ഏത് രൂപീകൃതമായി? ആന്ധ്ര സംസ്ഥാനം. ആന്ധ്രാപ്രദേശ് അല്ല, ആന്ധ്ര സംസ്ഥാനം രൂപീകൃതമായത് 1953. ആ വർഷം തന്നെയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനെ ഇന്ത്യ നിയോഗിക്കുന്നത്. 1953. അതിന്റെ അധ്യക്ഷൻ എപ്പോഴും ചോദ്യം വരാറുണ്ട്. ആരാണ്? ഫസൽ അലിയാണ്. ഫസൽ അലി. പിന്നെ അതിൽ അംഗമായിരുന്ന ഒരു മലയാളി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കുറെ മുമ്പ് നമ്മൾ പഠിച്ചതാണ്. KM പണിക്കർ അല്ലെ. നമ്മൾ പഠിച്ചതല്ലേ KM പണിക്കർ. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചു. മന്നത്ത് പത്മനാഭനെ കേരള മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചു. കേരള സിംഹം എന്ന ചരിത്ര നോവൽ രചിച്ചു. അങ്ങനെ ഒരുപാട് നമ്മൾ പഠിച്ചതാണ്. പിന്നെ വാസ്കോഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യ ചരിത്രത്തിലെ വാസ്കോഡ ഗാമ യുഗത്തിന്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചു. ഇതൊക്കെ ആരാണ്? സർദാർ KM പണിക്കറാണ്. അദ്ദേഹം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായ ഒരു മലയാളിയാണ്. ചോദ്യം വരും. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരെന്ന് ചോദ്യം വന്ന ഓപ്ഷനിൽ ആരുണ്ടാവും? VP മേനോൻ ഉണ്ടാവും. VP മേനോൻ. അദ്ദേഹം എന്താണ്? നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടതാണ് VP മേനോൻ. KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇതിലുള്ള ഒരാൾ കൂടെ ഉണ്ട്, HN കുൻസ്രു. HN കുൻസ്രു. 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. HN കുൻസ്രു. അങ്ങനെ 3 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊരു മലയാളി ഉണ്ടായിരുന്നു. അതാണ് സർദാർ KM പണിക്കർ. ഓക്കെ, അപ്പോ രൂപീകരിച്ചത് എപ്പോഴാണ്? 1953. ഈ വർഷം ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അധ്യക്ഷൻ എപ്പോഴും ചോദ്യം വരാറുണ്ട്. അത് ഫസൽ അലിയാണ്. അധ്യക്ഷൻ ആരാണ്? ഫസൽ അലിയാണ്. നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചാൽ നമുക്കൊക്കെ അറിയാം, സർദാർ വല്ലഭായ് പട്ടേലാണ്. നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയത്. അദ്ദേഹത്തെ സഹായിച്ചത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? VP മേനോൻ. അത്രയും പഠിച്ചു വെക്കുക, മറന്നു പോരുത്. VP മേനോൻ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സർദാർ KM പണിക്കർ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
നൽകപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ ചോദ്യം വന്നാൽ മാറിപ്പോരുത്. അപ്പൊ നമുക്ക് അടുത്ത് നോക്കാം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി, ചോദ്യം വരാറുണ്ട് അല്ലെ. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. ബംഗാൾ വിഭജനം എപ്പോഴാണ്? 1905 ബംഗാൾ വിഭജനം നടന്നത് അല്ലെ. ബംഗാൾ വിഭജനം നടന്നത് 1905. ആരാണ് ഇതിൽ ബംഗാൾ വിഭജനം നടത്തിയത്? ഓക്കെ, ഇദ്ദേഹം എന്താണ്? ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹം ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. പിന്നെ ഉണ്ടല്ലോ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് അതാരാണ്? അതും ഡൽഹൌസി പ്രഭുവാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ വൈസ്രോയി ആരായിരുന്നു എന്ന് വെച്ചാൽ മൗണ്ട് ബാറ്റൻ പ്രഭു. ഇനി ഹാർഡിഞ്ച് പ്രഭു. ഹാർഡിഞ്ച് പ്രഭു എന്താണ്? ഹാർഡിഞ്ച് പ്രഭു 1911 നമ്മുടെ ഇന്ത്യയുടെ തലസ്ഥാനം അല്ലെ കൊൽക്കത്തയിൽ നിന്നും എങ്ങോട്ട് മാറ്റി? ഡൽഹിയിലേക്ക് മാറ്റി. ആ സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദ്യം വന്ന അതാരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് രണ്ടാമൻ അല്ലെ. ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്. എപ്പോ 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുമ്പോൾ വൈസ്രോയി. പിന്നെ അതുപോലെ തന്നെ ചോദ്യം വരും, മറ്റേ ബംഗാൾ വിഭജനം നിർത്തലാക്കിയത്, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ നമുക്കറിയാം കഴ്സൺ പ്രഭുവാണ്. ഉത്തരം പറഞ്ഞിട്ടില്ല അല്ലെ, കഴ്സൺ പ്രഭുവാണ്. എന്നാൽ നിർത്തലാക്കിയത് ആരെന്ന് ചോദിച്ചാൽ അത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിർത്തലാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് പ്രഭു. ഓക്കെ, ഇനി ദത്തവകാശ നിരോധന നിയമം നമ്മളിവിടെ പഠിച്ചു അല്ലെ. ഡൽഹൌസി പ്രഭു എന്താണ്? ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചാൽ അതാരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഇത് നിർത്തലാക്കിയത് ആരെന്ന് ചോദ്യം വരും. അതാരാണ്? അത് കാനിങ് പ്രഭുവാണ്. കാനിങ് പ്രഭുവാണ് എന്ത് നിർത്തലാക്കിയത്? ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കിയത്. നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസി പ്രഭു. നിർത്തലാക്കിയത് കാനിങ് പ്രഭു. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. അപ്പൊ ബംഗാൾ വിഭജനം നടത്തിയത് കഴ്സൺ പ്രഭുവാണ്. നിർത്തലാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി പ്രഭുവാണ്. നിർത്തലാക്കിയത് കാനിങ് പ്രഭുവാണ്. ഓക്കെ, അപ്പോൾ അത്ര കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. പിന്നെ നമ്മൾ എന്താണ് പഠിച്ചത്? മൗണ്ട് ബാറ്റൻ പ്രഭു 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയിൽ വൈസ്രോയി ആരെന്ന് ചോദ്യം വന്നാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ക്ലെമന്റ് ആറ്റ്ലി. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡൽഹൌസി പ്രഭുവാണ്. ഓക്കെ, ഡൽഹൌസി പ്രഭുവാണ് ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്. ഇന്ത്യൻ റെയിൽവേ നിലവിൽ വന്ന വർഷം 1853. കേരളത്തിൽ റെയിൽവേ നിലവിൽ വന്ന വർഷം 1861. രണ്ടും പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ ആദ്യത്തെ റെയിൽപാത ചോദിച്ചാൽ ബോംബെ മുതൽ താനെ വരെ. ഇവിടെ ബേപ്പൂര് മുതൽ തിരൂര് വരെ. കേരളത്തിൽ ബേപ്പൂര് മുതൽ തിരൂര് വരെ. കേരളത്തിൽ നിലവിൽ വന്നത് 61 ഇന്ത്യയിൽ നിലവിൽ വന്നത് 53 ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ് ഡൽഹൌസി പ്രഭുവാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഭരണഘടനയിലെ പട്ടിക 7 എന്തിനെ കുറിച്ചാണ് ഭരണഘടനയിലെ പട്ടിക 7 പ്രതിപാദിക്കുന്നത്? ഭരണഘടനയിലെ പട്ടിക 7. ഈ 7നെ തിരിച്ചിട്ട് എന്ത് വായിക്കും? ഇത് കണ്ടോ, 7നെ തിരിച്ചിട്ട് എന്താണ്? L എന്ന് വായിക്കും. L വെച്ച് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും സാധനം ഉണ്ടോ? എന്താണ്? L വെച്ചിട്ട് ലിസ്റ്റ് ഉണ്ട് അല്ലെ. L വെച്ചിട്ട് ലിസ്റ്റ് ഉണ്ട്. ക്ലിയർ അല്ലേ? അപ്പോ പട്ടിക 7 എന്തിനെ കുറിച്ചാണെന്ന് എപ്പോഴും ചോദ്യം വരാറുണ്ട്. വേഗം 7നെ തിരിച്ചിട്ടോ, എല്ലാവും L ലിസ്റ്റ് ആവും. ഓക്കെ, പട്ടിക 7 ലിസ്റ്റുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഇനി നമുക്ക് ഭരണഘടനയിലെ പട്ടികകൾ നോക്കാം. ഓരോന്നും ഞാൻ കോഡ് വെച്ച് പറഞ്ഞു തരാം, ഒന്ന് കണക്ട് ചെയ്ത് തരാം. ഓക്കെ, ക്ലിയർ ആക്കി തരാം. ആദ്യം 1 സംസ്ഥാനങ്ങളും കേന്ദ്ര ഭരണ പ്രദേശങ്ങളും അല്ലെ. സംസ്ഥാനം ഏകദേശം ഭൂപ്രദേശമാണ് ഉദ്ദേശിച്ചത്. ഭൂപ്രദേശം. അപ്പൊ ഇന്ത്യൻ ഭൂപ്രദേശം എന്ന് ആലോചിച്ചാൽ മതി. ഭൂപ്രദേശം ആലോചിക്കുക. ഏതാണ്? പട്ടിക 1. നമ്മൾ പാണ്ടിപ്പട സിനിമ ആലോചിച്ച അതിൽ ഇയാള് വേറെ തമിഴ്നാട്ടിലേക്ക് പോകുന്നുണ്ട്. അതെന്താ? ഒരു ഭൂപ്രദേശവുമായി ബന്ധപ്പെട്ടാണ് പോണത്. ഓക്കെ, ഭൂപ്രദേശം. പിന്നെ ഇയാൾ എന്താ ചെയ്യണത്? അവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ അടുത്ത് പണിക്ക് ചെല്ലുന്നുണ്ട്. ആരുടെ? പാണ്ഡിതുരാണന്റെ അടുത്ത് പണിക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് ആദ്യം പോയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഒരു സ്ഥലം മാറി പോകണം. നമ്മളെ പറ്റി ആലോചിക്കും. സിനിമ വിട്. ഓക്കെ, നമ്മളെ പറ്റി ആലോചിക്കാണ്. നമ്മൾ ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോവാണ്. ആദ്യം അവിടുത്തെ ഒരു ഭൂപ്രദേശം എങ്ങനെ ഉണ്ട് നോക്കും. അപ്പൊ ആദ്യം ഭൂപ്രദേശം എന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, 1 പട്ടിക 1 ഭൂപ്രദേശം. പിന്നെ അവിടെ പോയി ഞാൻ ജോലി ചെയ്താൽ എനിക്ക് എത്ര ശമ്പളം കിട്ടും ആലോചിക്കും. അപ്പൊ ശമ്പളം. പട്ടിക 2 എന്താണ്? ശമ്പളത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പട്ടിക 2 ശമ്പളം. പട്ടിക 3 ഈ ശമ്പളമൊക്കെ അറിഞ്ഞു, ഇനി ജോലിക്ക് കയറാന്ന് വിചാരിച്ചാൽ ജോലിക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? പ്രതിജ്ഞ ചെയ്യണം. ആ സിനിമയിലുണ്ടല്ലോ, പാണ്ടിപ്പട സിനിമയിൽ എൻ ഉയരണ്ണനിക്ക് എൻ ഉടലണ്ണനിക്ക്. അപ്പൊ ഏതാണ്? പ്രതിജ്ഞ. പട്ടിക 3 പ്രതിജ്ഞ. പട്ടിക 4 ഈ 3 ഒന്ന് ഓർത്തു വെച്ചാൽ മതി. 4 തൊട്ടിട്ട് ഞാൻ സെറ്റ് ആക്കി തരാം. 4 എന്താണ്? രാജ്യസഭ സീറ്റ് ആണ്. സീറ്റ് എന്ന് മാത്രം ആലോചിക്കുക. സീറ്റ് പറഞ്ഞ എന്താണ്? ചെയറിന് എത്ര കാലുണ്ട്? 4 കാലുണ്ട് അല്ലെ. 4 കാലുണ്ട്. അപ്പൊ ഓർത്ത് വെച്ചൂടെ? 4 കാലുള്ള ഒരു സീറ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. 4 കാലുള്ള ഒരു സീറ്റ്. അപ്പൊ ചെയറിന് എത്ര കാലുണ്ട്? 4. അപ്പൊ 4 എന്താണ്? 4 സീറ്റാണ്. 4 എന്താണ്? സീറ്റാണ്. കിട്ടുമല്ലോ, 4 സീറ്റാണ്. പിന്നെ
5 എന്താണ് SC ST സംബന്ധിച്ച വ്യവസ്ഥകൾ. SC ST പട്ടികജാതി പട്ടികവർഗത്തെ സംബന്ധിച്ച വ്യവസ്ഥകൾ. 5 അല്ലേ? ഈ 5ലൂടെ തന്നെ ഒരു S പോകുന്നില്ലേ? 5ലൂടെ തന്നെ ഒരു S പോകുന്നുണ്ട്. അപ്പൊ 5 SC ST എന്ന് വെച്ചിട്ട് കണക്ട് ചെയ്യാം. 5 SC ST. എസ്സില് ഒരു 5 ഉണ്ട്, 5ലൊരു S ഉണ്ട്. കണക്ട് ആവൂലേ? ഓക്കെ. SC ST വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യവസ്ഥകൾ. 6 ഗോത്രങ്ങളെ സംബന്ധിച്ച വ്യവസ്ഥകൾ അല്ലെ? ആദിവാസി വിഭാഗങ്ങളെയൊക്കെ സംബന്ധിച്ച വ്യവസ്ഥകൾ. ത്ര അവിടെ ഒരു ത്ര ഉണ്ട്. ഞാൻ എപ്പോഴും പറയും 6ന് വെച്ച് കണക്ട് ചെയ്യുക. എന്നുള്ള വാക്ക് ഗോത്രങ്ങൾ കണ്ട 6 കണക്ട് ചെയ്യുക. 6 രണ്ടിലും ഒരു എന്നുള്ള വാക്ക് ഉണ്ടെന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഗോത്രങ്ങൾ. 5 കിട്ടിയാലോ 5ൽ എന്തുണ്ട്? S ഉണ്ട്. 4 എന്തിനാണ് 4 കാല്? എല്ലാത്തിനും 4 കാലാണ്. എന്താണ്? സീറ്റിന് 4 കാലാണ്. ആലോചിക്കുക. സീറ്റ് രാജ്യസഭ സീറ്റ് 4 കാലെന്ന് ആലോചിച്ച് വെക്കുക. പിന്നെ ആദ്യത്തെ 3 ഞാൻ പറഞ്ഞു തന്നു. ഓർഡറിൽ നമ്മളൊരു ഭൂപ്രദേശത്തേക്ക് പോവുകയാണ്. അപ്പൊ അവിടുത്തെ ഒരു സ്ഥലത്തേക്ക് പോകണം. അവിടുത്തെ ഭൂപ്രദേശം എങ്ങനെയുണ്ട് നോക്കും. അവിടെ ജോലി ചെയ്ത് എനിക്ക് ശമ്പളം എത്ര കിട്ടും നോക്കും. ജോലിക്ക് കയറാൻ വേണ്ടി ഞാൻ പ്രതിജ്ഞ ചെയ്യും. 3 കിട്ടി. 4 എന്താണ്? സീറ്റാണ്. 5ല് S ഉണ്ട് ആലോചിക്കുക. അപ്പൊ തന്നെ ആലോചിച്ച് വെച്ചോ. 6 എന്നുള്ള വാക്ക്. 6 ഗോത്ര അത്ര വെച്ച് കണക്ട് ചെയ്യുക. 7 തിരിച്ചിട്ടാ ഞാൻ എന്ത് പറഞ്ഞു? L ആണെന്ന് പറഞ്ഞു. 7 L ലിസ്റ്റ് ആണ്. ഇനി 8 എന്താണ്? ഈ പാണ്ടിപ്പട സിനിമ ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൽ കൊച്ചി നൈഫ് അവിടെ പോയിട്ട് എണ്ണടാ ചോദിക്കുമ്പോ 1 2 3 എന്നൊക്കെ എണ്ണുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ ഭാഷ അറിയാത്തത് കൊണ്ട് കിട്ടുന്ന ഒരു 8ന്റെ പണിയാണ്. അപ്പൊ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പൊ 8 എന്താണ്? ഭാഷയാണ്. 8 ഭാഷ. 9 ഭൂപരിഷ്കരണം. അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കണേ. 9 ഭൂപരിഷ്കരണം. 10 എന്താണ്? നമ്മൾ എങ്ങനെയാണ് കൂറുമാറുക? 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും നമ്മൾ പറയില്ലേ? 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും അല്ലേ? പറയില്ലേ? അപ്പൊ 10 കൂറുമാറ്റം. 11 പഞ്ചായത്ത് രാജ്, 12 മുനിസിപ്പാലിറ്റി. ഇത്രയാണ് പട്ടികകൾ. പഠിച്ചില്ലേ? പട്ടികകൾ സെറ്റായില്ലേ? 1 എന്താണ്? ആദ്യ ഒരു ഭൂപ്രദേശം, അതായത് സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. 2 എന്താണ്? അവിടെ പോയി കഴിഞ്ഞാൽ എത്ര ശമ്പളം കിട്ടുമെന്ന് എനിക്കറിയണം. ഓക്കെ, ശമ്പളം എനിക്ക് ഓക്കെയാണ്. എന്നാൽ ഞാൻ പ്രതിജ്ഞ ചെയ്ത് കയറുകയാണ്. ഉയരാണ് എനിക്ക്, ഉടലാണ് എനിക്ക്. അപ്പൊ ആ പ്രതിജ്ഞ വെച്ചിട്ട് 3 വരെ കണക്ട് ചെയ്യുക. 4 എന്താണ്? 4 കാലാണ് സീറ്റിനുള്ളത്. രാജ്യസഭാ സീറ്റാണ്. 5ലൂടെ ഒരു S പോകുന്നുണ്ട് അല്ലെ? 5ലൂടെ ഒരു S പോകുന്നുണ്ട്. അപ്പൊ SC ST എന്താണ്? SC ST പിന്നോക്ക വിഭാഗത്തിന്റെ സംബന്ധിച്ച വ്യവസ്ഥകൾ. പിന്നെ ഗോത്രങ്ങളെ സംബന്ധിച്ച ത്ര വെച്ചിട്ട് കണക്ട് ചെയ്യുക. 6 വെച്ചിട്ട് കണക്ട് ചെയ്യുക. പിന്നെ 7 തിരിച്ചിട്ട L ആണെന്ന് നമുക്കറിയാം. L ലിസ്റ്റ് ആണെന്ന് നമുക്കറിയാം. പിന്നെ ഭാഷ എന്തറിഞ്ഞില്ലെങ്കിലാണ് 8ന്റെ പണി കിട്ടുക. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 1 2 3 ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. പട്ടിക 8 ലിസ്റ്റ് ആണ് അല്ലെ? പട്ടിക 8 ഭാഷയാണ്. സോറി, L ആണ്. പഠിച്ചു വെച്ചോ. 7 L. അപ്പോൾ ലിസ്റ്റ് കിട്ടിയത് 7 L ആണ്. 8 എന്താണ്? ഭാഷ അറിഞ്ഞില്ലെങ്കിൽ എന്ത് കിട്ടും? ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഓർത്തു വെക്കുമല്ലോ. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും എന്ന് ആലോചിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പട്ടിക 8 ഭാഷയാണെന്നും കിട്ടും. ശ്രദ്ധിച്ച് പഠിക്കണേ. പട്ടിക 8 നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ. എന്തറിഞ്ഞില്ലെങ്കിലാണ് 8ന്റെ പണി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയല്ലോ. ഓക്കെ, പട്ടിക 8 എന്താണ്? പട്ടിക 8 എന്തറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. 7 തിരിച്ചിട്ടായി L ആണ്. L ലിസ്റ്റ് ആണ്. 9 മാത്രം ഒന്ന് പഠിച്ചു വെച്ചോ. ഭൂപരിഷ്കരണം. പിന്നെ 11 12 പഞ്ചായത്ത് രാജും മുനിസിപ്പാലിറ്റിയും. 10 എന്താണ്? 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും. 10 പൈസ കിട്ടിയ അവൻ കൂറുമാറും. 10 കൂറുമാറ്റം. അപ്പൊ എന്തൊക്കെ നമ്മൾ പഠിച്ചു? 4 എന്താണ്? 4 സീറ്റിന് 4 കാലാണ്. അപ്പൊ രാജ്യസഭാ സീറ്റ്. 5ലൂടെ ഒരു S പോകുന്നുണ്ട്. SC ST വ്യവസ്ഥകൾ സംബന്ധിച്ച വ്യവസ്ഥകൾ. 6 ഗോത്രങ്ങൾ. 6 വെച്ച് കണക്ട് ചെയ്യുക. 7 തിരിച്ചിട്ട എന്താണ്? 7 എന്നത് തിരിച്ചിട്ടാൽ L ആണ്. അപ്പൊ L ലിസ്റ്റ്. പട്ടിക 7 ലിസ്റ്റ് ആണ്. ഭാഷ അറിഞ്ഞില്ലെങ്കിൽ 8ന്റെ പണി കിട്ടും. അപ്പൊ ഭാഷ 8. പട്ടിക 8 ഭാഷയാണ്. 10 പൈസ കിട്ടി അവൻ കൂറുമാറും. പട്ടിക 10 കൂറുമാറ്റം. ഓക്കെ, അപ്പൊ ഈ 3 ഇതൊക്കെ ഏകദേശം കിട്ടിയില്ലേ? ബാക്കിയൊക്കെ നമുക്ക് ഓപ്ഷൻ കട്ട് ചെയ്തിട്ടായാലും ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊക്കെ ഒന്ന് ഞാൻ എന്തായാലും ടെലിഗ്രാം ഗ്രൂപ്പിൽ ഇടാം. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാ കേട്ടോ. ഇനി സംവാദ കൗമുദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? സംവാദ കൗമുദി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ, സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ എന്ന പത്രത്തിന്റെ, ഈ 2 പത്രത്തിന്റെയും സ്ഥാപകൻ ആരാണ്? നമ്മുടെ ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് ആണ് സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ എന്നീ പത്രങ്ങളുടെ സ്ഥാപകൻ. ആരാണ്? രാജാറാം മോഹൻ റോയ്. എന്താണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചാലും രാജാറാം മോഹൻ റോയ്. നമുക്ക് ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് പത്രങ്ങളും കൂടെ നോക്കാം. ഓക്കെ, സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ. 2 ആരുടെയാണ്? രാജാറാം മോഹൻ റോയ്. സംവാദ കൗമുദി, മിറാത്തുൽ അക്ബർ. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ചതാണ് കേട്ടോ. മിറാത്തുൽ അക്ബർ പഠിച്ചു വെക്കുക. പേർഷ്യൻ ഭാഷയിൽ രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം ഏതാന്ന് ചോദിച്ചാൽ അതേതാണ്? മിറാത്തുൽ അക്ബർ. ഓക്കെ, ഇനി നമുക്ക് പത്രങ്ങൾ നോക്കാം.
പ്രധാനപ്പെട്ട കുറച്ച് പത്രങ്ങൾ, ഒരുപാട് നമുക്ക് പഠിക്കാണ്ട്. പത്രങ്ങളും സ്ഥാപകരും നമ്മളൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ കാണാത്തവരാണെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ഇനി ഇതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്, ഇതൊന്ന് പഠിച്ചിട്ട് പോവുക. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇത് മൂന്നും ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. ഓക്കെ, ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെയാണ്? ഗാന്ധിജി. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജി. പഠിച്ചല്ലോ ഏതൊക്കെയാണ്? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ ആരുടെയാണ്? ഗാന്ധിജിയുടെയാണ്. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇത് മൂന്നും ഗാന്ധിജിയുടെ. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ ഗാന്ധിജിയുടെ. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസന്റിന്റെയാണ്. ന്യൂ ഇന്ത്യ കോമൺവെൽ, ന്യൂ ഇന്ത്യ കോമൺവെൽ, ഇത് രണ്ടും ഒപ്പാണ്. ന്യൂ ഇന്ത്യ, യങ് ഇന്ത്യ അവിടെ, ഹരിജൻ, യങ് ഇന്ത്യ, പിന്നെ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, മൂന്നും ഗാന്ധിജിയുടെ. പിന്നെ ന്യൂ ഇന്ത്യ കോമൺവെൽ, ഇത് രണ്ടും ആനി ബസന്റിന്റെയാണ്. മറാത്ത, കേസരി എന്നിവ ആരുടെയാണ്? ബാലഗംഗാധര തിലകിന്റെ. മറാത്ത, കേസരി, ചോദ്യം വരാറുണ്ട്. കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആര്? മറാത്ത, കേസരി എന്ന പത്രത്തിന്റെ സ്ഥാപകൻ, ഈ രണ്ട് പത്രങ്ങളുടെയും സ്ഥാപകൻ ബാലഗംഗാധര തിലക്. അല്ലേ, നമ്മൾ പഠിച്ചതാണല്ലോ ഇന്ത്യൻ അശാന്തിയുടെ പിതാവ്, ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ്, ഇന്ത്യയിൽ കുഴപ്പങ്ങളുടെ പിതാവ് എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചു. ലോകമാന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയൊക്കെ നമ്മൾ പഠിച്ചതാണ് ബാലഗംഗാധര തിലകാണ്. വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായ് നവറോജിയുടെയാണ്. പഠിച്ചു വെച്ചോ, വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാബായ് നവറോജി. പിന്നെ ഈ സാധനം വന്നിട്ടുണ്ട്, ന്യൂ ഇന്ത്യ ആരുടെയാണ്? ആനി ബസന്റിന്റെയാണ്. ന്യൂ ഇന്ത്യ. ഓക്കെ, മൂഗ് നായക്, മൂഗ് നായക് എന്ന പത്രം ആരുടെയാണ്? മൂഗ് നായക്, മൂഗ് നായക് ആരുടെയാണ്? BR അംബേദ്കർ. മൂഗ് നായക് പിന്നെ ബഹിഷ്കൃത ഭാരത്, രണ്ടും ആരുടെയാണ്? അംബേദ്കറിന്റെയാണ്. അല്ലെ, ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആരെന്ന് ചോദിച്ചാൽ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നതും പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് ചോദിക്കാറുണ്ട്? അംബേദ്കർ ആണ്. പഠിച്ചു വെച്ചോ. ഓക്കെ, അപ്പൊ എന്താണ്? മൂഗ് നായക് എന്ന പത്രം സ്ഥാപിച്ചത് ഭീംറാവു അംബേദ്കർ ആണ്. ഭീംറാവു അംബേദ്കർ. മൂഗ് നായക്, ബഹിഷ്കൃത ഭാരത്, രണ്ടും ആരുടെയാണ്? അംബേദ്കറിന്റെയാണ്. അപ്പൊ ഹരിജൻ, യങ് ഇന്ത്യ, പിന്നെ ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ, മൂന്നും ആരുടെയാണ്? ഞാൻ പഠിച്ചു. ഹരിജൻ, യങ് ഇന്ത്യ, ഒന്ന് റിപ്പീറ്റ് ചെയ്തു, അതിന്റെ കൂടെ തന്നെ അങ്ങനെ പഠിച്ചു. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ, ഇത് മൂന്നും ആരുടെയാണ്? ഇത് മൂന്നും ഗാന്ധിജിയുടെയാണ്. പഠിച്ചല്ലോ. ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ കിട്ടിയില്ലേ? ഹരിജൻ, യങ് ഇന്ത്യ, ഇന്ത്യൻ ഒപ്പീനിയൻ. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസന്റ്. ന്യൂ ഇന്ത്യ കോമൺവെൽ ആനി ബസന്റ്. ആനി ബസന്റ്. ഓക്കെ, ആനി ബസന്റിന്റെയാണ് ന്യൂ ഇന്ത്യ കോമൺവെൽ. പിന്നെ ഏതാണ്? മറാത്ത, കേസരി ആരുടെയാണ്? ബാലഗംഗാധര തിലക്. മറാത്ത, കേസരി, ബാലഗംഗാധര തിലക്. മറാത്ത, കേസരി, ബാലഗംഗാധര തിലക്. മറാത്ത, കേസരി, ബാലഗംഗാധര തിലക്. മൂഗ് നായക്, ബഹിഷ്കൃത ഭാരത്, രണ്ടുമാരാണ് അംബേദ്കർ. പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാബായ് നവറോജി. ഓക്കെ, വോയിസ് ഓഫ് ഇന്ത്യ ആരുടെയാണ്? ദാദാബായ് നവറോജി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഏത്? ഏതാണ് നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്നത്? നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? എവിടെ? സോറി, ഇതിൽ ഉത്തരല്ല കേട്ടോ. നിശബ്ദനായ കാഴ്ചാപഹാരൻ ഇതിൽ ഉത്തരല്ല. നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമ. ഗ്ലോക്കോമ. ഓക്കെ, നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്നത് ഗ്ലോക്കോമയാണ്. ഇതിൽ ഉത്തരല്ല. അത് ഞാൻ ക്ലിയർ ചെയ്തിട്ട് എന്തായാലും ഗ്രൂപ്പിലേക്ക് ഇട്ടുതരാം. അപ്പൊ നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇതിൽ ഉത്തരല്ല കേട്ടോ. ഓക്കെ, നിശബ്ദനായ കാഴ്ചാപഹാരൻ ഇല്ല, ഗ്ലോക്കോമയാണ് നിശബ്ദനായ കാഴ്ചാപഹാരൻ എന്നറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് രോഗങ്ങളും അതിന്റെ അപരനാമങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതുകൂടെ നോക്കാം. രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയമാണ് കേട്ടോ. രോഗങ്ങളുടെ രാജാവ് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നു. രോഗങ്ങളുടെ രാജാവ്, ഞാനാണ് രാജാവ്. അതാരാണ്? അത് ക്ഷയം. രാജകീയ രോഗം, രാജകീയമായ ഒരു രോഗമാണ് ഏത്? ഹീമോഫീലിയ. ഓക്കെ, ഹീമോഫീലിയ. അപ്പൊ രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ക്ഷയം. രാജകീയ രോഗമാണ് ഹീമോഫീലിയ. രാജകീയ രോഗം ഹീമോഫീലിയ. രോഗങ്ങളുടെ രാജാവ് ക്ഷയം, രാജകീയ രോഗം ഹീമോഫീലിയ. പിന്നെ ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്ന ഏതാണ്? ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ അത് വേണമെങ്കിൽ നമുക്ക് എ എന്നൊക്കെ വെച്ച് കണക്ട് ചെയ്യാം. ഓഗസ്റ്റ് ഫീവർ എ ആണ്. ഐ എന്താണ്? ഇൻഫ്ലുവൻസ. എ ഐ എന്ന് ആലോചിച്ചാൽ മതി. എ ഐ. ഓക്കെ, അപ്പൊ ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. തൊണ്ടയിലെ മുള്ള്. തൊണ്ടയിലെ മുള്ള് എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? അത് ഡിഫ്തീരിയ ആണ് കേട്ടോ. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ.
നാവികരുടെ പ്ലേഗ് നമ്മൾ പഠിച്ചല്ലോ, നാവികരുടെ പ്ലേഗ് വിറ്റാമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവിയാണ്. കറുത്ത മരണം അല്ലേ, ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്ന ഏതാണ്? പ്ലേഗ് ആണ് കേട്ടോ, പ്ലേഗ് ആണ്. ബ്ലാക്ക് ഡെത്ത് എന്നറിയപ്പെടുന്നത് ബ്ലൂ ഡെത്ത്, ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്നത് കോളറ. കോളറ ആലോചിച്ചാൽ മതി. ബ്ലൂ ഡെത്ത് എന്തിനാ കോളറ ആലോചിച്ചത്? ബ്ലൂ ഉജാല, ഉജാല മുക്കി കഴിഞ്ഞാൽ നമ്മുടെ കോളറിലൊക്കെ ഫുള്ള് വെള്ള കളർ ഷർട്ട് കൊണ്ടതിൽ ഉജാലയിൽ മുക്കി വെച്ചാൽ അതിന്റെ ഒരു കോളർ ഫുള്ള് കളറായി എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ബ്ലൂ ഡെത്ത് കോളറ. ഓക്കെ, നാൽക്കാലി രോഗം ഏതാണ്? ആന്ത്രാക്സ് ആണ്. നാൽക്കാലി രോഗം എന്നറിയപ്പെടുന്നത് ആന്ത്രാക്സ് ആണ്. പിന്നെ പറങ്കിപ്പുണ്ണ് ഏതാണ്? സിഫിലിസ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ്, പറങ്കിപ്പുണ്ണ് സിഫിലിസ് കിട്ടുമല്ലോ. പറങ്കിപ്പുണ്ണ് ഏതാണ്? സിഫിലിസ്. പറങ്കിപ്പുണ്ണ് ഏതാണ്? സിഫിലിസ് ആണ്. ഇനി ലാസ്റ്റത്തെ ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന ഏതാണ്? മലമ്പനിയാണ്. ചതുപ്പ് രോഗം, മലമ്പനി. ഇനി ഓരോന്നും ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്ത് വന്നാൽ അതൊക്കെ ഒന്ന് സെറ്റ് ആവും. ഒന്ന് രോഗങ്ങളുടെ രാജാവ്, അത് പഠിച്ചു വെച്ചാൽ മതി. രോഗങ്ങളുടെ രാജാവും രാജകീയ രോഗം മനസ്സിലാക്കി തന്നെ പഠിക്കുക. രോഗങ്ങളുടെ രാജാവ് ക്ഷയമാണ്. രാജകീയ രോഗം ഹീമോഫീലിയയാണ്. ഓക്കെ, ഇനി ഓഗസ്റ്റ് ഫീവർ എന്നറിയപ്പെടുന്നത് ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. തൊണ്ടയിലെ മുള്ളു. ഓഗസ്റ്റ് ഫീവർ നമ്മൾ എങ്ങനെ ഓർത്ത് വെച്ച്? ഓഗസ്റ്റ് എ ഐ, ഓഗസ്റ്റ് എ ആണ്. ഐ എന്താണ്? ഇൻഫ്ലുവൻസ. ഓക്കെ, ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. ഓർത്ത് വെക്കല്ലോ, ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ, ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ, ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. കേട്ട് 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 നിങ്ങളുടെ മൈൻഡിൽ കയറിക്കോളും. പിന്നെ എപ്പോഴെങ്കിലും നിങ്ങൾ ഇതിങ്ങനെ ആലോചിക്കുമ്പോൾ ഈ വോയിസ് ഇങ്ങനെ മൈൻഡിൽ വന്ന് നിങ്ങൾക്ക് എക്സാമിലേക്ക് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. അതിനാണ് ഇങ്ങനെ പിന്നെയും പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നും കൂടെ പറയട്ടെ. ഓഗസ്റ്റ് ഫീവർ ഏതാണ്? ഇൻഫ്ലുവൻസ. ഓഗസ്റ്റ് ഫീവർ ഏതാണ്? ഇൻഫ്ലുവൻസ. അങ്ങനെയും പറയുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. ഒന്നിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അതിന്റെ കൂടെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അത് നിങ്ങൾക്ക് പിന്നീട് ഉപകാരപ്പെടും. ഓഗസ്റ്റ് ഫീവർ, ഇൻഫ്ലുവൻസ. തൊണ്ടയിലെ മുള്ള ഏതാണ്? തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. ഒന്നുകൂടെ പറ, തൊണ്ടയിലെ മുള്ള് ഡിഫ്തീരിയ. നാവികരുടെ പ്ലേഗ് നമ്മൾ പഠിച്ചതാണ്, സ്കർവി. നാവികരുടെ പ്ലേഗ് സ്കർവിയാണ്. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് സ്കർവി. ബ്ലാക്ക് ഡെത്ത്, കറുത്ത മരണം എന്നറിയപ്പെടുന്നത് നമുക്കൊക്കെ അറിയാം, പ്ലേഗ് ആണ്. പ്ലേഗ് പറഞ്ഞത് ഒരു കറുത്ത മരണമാണ്, ഫുള്ള് നാശമാണ്. ഓക്കെ, അപ്പൊ പ്ലേഗ് എന്താണ്? കറുത്ത മരണം. നാൽക്കാലി രോഗമാണ് ആന്ത്രാക്സ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ്. നാൽക്കാലി രോഗം എന്താണ്? ആന്ത്രാക്സ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ്. പറങ്കിപ്പുണ്ണ്, പറങ്കിപ്പുണ്ണ് ഏതാണ്? സിഫിലിസ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ്. ഒന്നുകൂടെ പഠിച്ചോ, പറങ്കിപ്പുണ്ണ് സിഫിലിസ്. ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്നത് മലമ്പനി. ഇത്രയും രോഗങ്ങളും അതിന്റെ അപരനാമങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഇനി ഒരുപാടുണ്ട്, പക്ഷെ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് എന്തായാലും നിങ്ങൾ അറിഞ്ഞു വെക്കുക. ബ്ലാക്ക് ഡെത്ത് ഏതാന്ന് വെച്ചാൽ പ്ലേഗ് ആണ്. ബ്ലൂ ഡെത്ത് ചോദിക്കും, ബ്ലൂ ഡെത്ത് ഏതാന്ന് ചോദിച്ചാൽ അല്ലെ, നീലമരണം. ബ്ലൂ ഡെത്ത് എന്നറിയപ്പെടുന്ന ഏതാന്ന് ചോദിച്ചാൽ അത് കോളറ. ബ്ലൂ ഡെത്ത് കോളറ. പറങ്കിപ്പുണ്ണ് ഏതാണ്? സിഫിലിസ് ആണ്. പറങ്കിപ്പുണ്ണ് സിഫിലിസ് ആണ്. നാൽക്കാലി രോഗം ആന്ത്രാക്സ് ആണ്. ഓക്കെ, രോഗങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന രോഗമാണ് ക്ഷയം അല്ലെ, രോഗങ്ങളുടെ രാജാവ്. എന്നാൽ രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? പെർഫെക്റ്റ് അല്ലേ? ഇന്ന് പഠിച്ച ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ മനസ്സിലാക്കി പോകാൻ പറ്റില്ല. കൂടെ നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ ഒപ്പമൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നന്നായി പഠിച്ചിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സ്വയം ആലോചിക്കുക, ഈ ക്ലാസ് എനിക്ക് ഉപകരിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് ആലോചിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. ഈ അതായത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും ഇതിനു മുമ്പ് നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകരിക്കും. നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം തീർച്ചയായിട്ടും അതും കാണുക. നിങ്ങൾക്ക് ഉപകരിക്കുന്ന ഭാഗങ്ങളാണ്. നിങ്ങൾക്ക് ഇത് ഉപകരിച്ചെങ്കിൽ തീർച്ചയായിട്ടും അതും ഉപകരിക്കും എന്ന് ഞാൻ ഉറപ്പ് തരുന്നു. അപ്പൊ നന്നായി തന്നെ പഠിച്ചിട്ട് പോവുക. തരുന്ന ഓരോ ഭാഗങ്ങളും അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ, ചെറിയ ചെറിയ പോയിന്റുകളാവും, ചിലപ്പോൾ ഞാൻ കുറച്ച് കണക്ട് ചെയ്ത് പറഞ്ഞ ഏതെങ്കിലും ചെറിയ പോയിന്റ് നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടില്ലെങ്കിൽ അത് മാർക്ക് ചെയ്ത് വെക്കണം. കാരണം അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പോയിന്റുകൾ മാത്രമാണ് നമ്മൾ ഇവിടെ കൊടുത്തില്ല. അപ്പൊ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. ഓരോ ചെറിയ പോയിന്റിനും അത്രയേറെ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുക. എല്ലാതും പഠിച്ച് പെർഫെക്റ്റ് ആക്കിയിട്ട് പോവുക. ഏതെങ്കിലും ഭാഗം കൺഫ്യൂഷൻ വരുന്നെങ്കിൽ അതൊന്ന് റിപ്പീറ്റ് ചെയ്യുക. പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഉള്ളിൽ കയറിക്കോളും. പിന്നെ ഡൗട്ട് വരാണ്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഡൗട്ട് വരാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. നല്ല രീതിയിൽ തന്നെ എക്സാം അറ്റൻഡ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഓരോ ചോദ്യങ്ങളും, അതായത് ഓരോ ചോദ്യങ്ങൾ വായിക്കുമ്പോഴും അതിലെ മുഴുവൻ ഓപ്ഷൻസും വായിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഉത്തരം അതാണ് നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് വരും. ഓക്കെ, പിന്നെ ലിസ്റ്റുകളുടെ ക്ലാസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ലിസ്റ്റുകൾ നമ്മൾ കഥയൊക്കെ പറഞ്ഞിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. നല്ല കമന്റുകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകരിച്ചു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അതിന്റെ ക്ലാസ് കാണാത്ത
കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഉപകരിക്കാൻ വേണ്ടി പറയാണ്. അതിന്റെ ക്ലാസ് കാണാത്തവരാണെങ്കിൽ ലിസ്റ്റുകളൊക്കെ പലർക്കും തീരെ പഠിക്കാൻ ഇഷ്ടമല്ലാത്തൊരു ഭാഗമാണ് ലിസ്റ്റുകൾ അല്ലേ. കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ് വേർതിരിച്ച് പഠിക്കാൻ ഭയങ്കര പണിയാണ്. അപ്പൊ ഞാൻ മൂന്നിനും കൂടെ ഓരോ കഥകൾ പറഞ്ഞിട്ട് അത് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് പോയാൽ എന്തായാലും നിങ്ങൾക്ക് സംഭവം ഓർമ്മ കിട്ടും. ആ ഒരു ഉറപ്പ് ഞാൻ തരാം. പിന്നെ രോഗങ്ങളുടെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് രോഗങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഇരുന്ന് കാണുക. എല്ലാതും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഉപകരിക്കും. അപ്പൊ മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.